തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവെ. ഏറ്റെടുത്ത ദുഷ്ട കർത്താവ് അത് സാക്ഷിവാക്കി മാറ്റും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, കൃപ കൊണ്ട് ദൈവമേ അങ്ങ് മൂടുന്നു. നിങ്ങൾ ആലോചന വരുമ്പോൾ ശ്രദ്ധിച്ചോണേ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യണം ഇതിൻ്റെ അകത്ത്. കാരണം ചിലപ്പോൾ ഞാൻ ഇവിടെ ഓൾ മ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ലോക്കായി പോകാൻ സാധ്യതയുള്ളത്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ അത് ഏറ്റെടുത്തോ കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാവി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പലപ്പോഴും അല്ല, ഇപ്പോൾ കൃപാവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് ഓരോ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ മനുഷ്യനെ ദൈവാത്മാവ് യാത്ര ചെയ്യിപ്പിക്കും. സൗകര്യം പറഞ്ഞതുപോലെ തന്നെ ആ ഇരുന്ന സംഭവം നടന്നത് നേരത്തെ ഉള്ള സംഭവമായിരുന്നു. എന്നാൽ ആ ഒരു സമയത്തുള്ള വിഷയത്തെയാണ് ഇപ്പോൾ ബ്രേക്ക് ആകുന്നത്. എന്നാൽ ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിൽ അതിന് ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി പോവാം. യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഹൂഷലഖമ സൈനോഹൂറ ബീന ഫറൂഷല ഫീന സ്പെറ്റോ ഫറൈറ്റോ റുതൂഫെനാഖലാസ്ബെൻ. എല്ലാവരും പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ. ഇന്ന് കർത്താവ് ഇന്ന് ലൈഫിൻ്റെ അകത്ത് ഇന്ന് ആ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് അവർ മക്കൾ കടന്നുപോയത്. ആ വീട് എന്നാലും ചോദിക്കും, വീട് ജപ്തി ചെയ്യുമ്പോൾ നാട്ടുകാരെല്ലാം പറയും കർത്താവിനെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട് പോയില്ലേ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പറയും കർത്താവ് തന്നു, കർത്താവ് എടുത്തു. ഒരിക്കലുമല്ല, ദൈവം തന്നത് അവിടെ തന്നെയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കുരുക്കിനെ ദൈവം അഴിച്ചു വിടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ലോ ജീസസ്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഞാനൊരു നവംബർ 10 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. നവംബർ മാസം 10 ജനിച്ച ഒരു പുരുഷൻ, ഒരു വ്യക്തിയെ, അത് മെയിലാണ് ആള്. അങ്ങനെ ഒരാളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. നവംബർ 10 ജനിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പം ആ വ്യക്തിയുടെ മേൽ പറഞ്ഞു. ബ്രദറെ, എന്റെ മോൻ നവംബർ 10 ജനിച്ചത്. മോനാ? മോന. യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളത്തിൽ കർത്താവ് പറയും, അവനിങ്ങനെ പുറകോട്ടിങ്ങനെ വലിച്ചോണ്ട് പോകുന്ന ഒരു കാര്യം ഞാൻ കാണുക. ഒരു കൊളുത്തിട്ട് അവനെ പുറകോട്ട് വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മേഖല ഞാൻ കാണുക. അതുകൊണ്ട് കർത്താവിന്റെ വേഗത്തിൽ പറയും, നവംബർ 10 ജനിച്ച മെയില്, അതായത് പുരുഷനാണ് ഞാൻ കാണുന്നത്, അത് സ്ത്രീയല്ല, പുരുഷൻ. അതുകൊണ്ട് എടുത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ചെങ്ങല ഞാൻ ആത്മാവിൽ വെട്ടിവിടുന്നപ്പോ റാസ്പെറ്റേരിയ അവനെ ഒതുക്കി തിരിച്ചു വലിച്ച് അവനൊരു മുറിക്കകത്തിട്ട് ഒന്നുമില്ലാത്തവനാക്കുവാൻ നോക്കുന്നൊരു മേഖല. ഓ എന്റെ യേശുവേ, അവന്റെ ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ കണ്ണും മൂക്കും വായും എല്ലാം കെട്ടി ചലിക്കാത്തവനായി ഒരു മുറിക്കകത്ത് അവനെ ഒതുക്കാൻ നോക്കുന്ന ഒരു മേഖല യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നവൻ ഫ്രീ ആകട്ടെ. അവന്റെ ജനനം മുതലേ അവനോട് പോരാടി അവന്റെ ലൈഫിന്റെ പല തലങ്ങളിൽ അവനെ കുരുക്കിട്ട് പിടിക്കാൻ നോക്കുന്ന പിശാശ്, നിന്റെ അവസാന ഘട്ടത്തെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പോ ഫ്രീ ആകട്ടെ. ആ തലമുറ യേശുവിന്റെ നാമത്തിൽ ഫലം കായ്ക്കട്ടെ. ആ തലമുറ ഫലം കായ്ക്കട്ടെ. അവനിലൂടെ ആ കുടുംബം കർത്താവ് പണിയപ്പെടാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ ആശ നശിക്കും കേട്ടോ. അവൻ പല്ല് കടിച്ചു ഉരുകും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞിട്ടെടുത്ത് കേട്ടോ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ. താങ്ക് യു ജീസസ്. തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തെ തൊടും. ദൈവം നിങ്ങളുടെ ലൈഫിനെ തൊടും. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് കർത്താവ് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ വിഷയങ്ങളുമായിട്ട് കർത്താവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തിൻ്റെ അകത്തൊരു ഈ റെഡ് കവറുള്ള ഒരു ബുക്കാണോ ഡയറിയാണോ, അതായത് റെഡ് കവറാണ് അതിനുള്ളത്. അതിൻ്റെ അകത്തൊരു പേന എടുത്ത് വെച്ചിട്ടുണ്ട്. പേന, ആ റെഡ് കവറിൻ്റെ അകത്ത്, റെഡ് പുറംമൂടിയുള്ള ആ ഡയറി പോലത്തെ ബുക്കിൻ്റെ അകത്ത് ഒരു പേന ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ പേനയ്ക്കകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് 9-ാം തീയതി, അതായത് ആ ഡയറിയിൽ അവിടെ ഒരു 9-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് വെച്ച് എന്തോ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു പേജാണ് കാണുന്നത്.
ആ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ആ ബുക്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ആ 9-ാം തീയതി എന്നുള്ള ഡേറ്റ് ഇട്ട് അല്ലെങ്കിൽ ആ ഡേറ്റിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ആ കാര്യത്തിൻ്റെ അകത്തൊരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ആരുടെ ഭവനത്തിലാണോ ഇരിക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഇന്ന് ആ വിഷയത്തിന്റെ മേൽ അങ്ങ് ബാക്കി എല്ലാവരും ഒന്ന് മയക്കി മ്യൂട്ട് ചെയ്യണമേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ബ്രദറെ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡയറി ചുമന്ന ബൈൻഡിങ് ഉള്ളതാണ്. ഉം, അതിനകത്ത് പേനയുണ്ട്. പിന്നെ 9 ഓഗസ്റ്റ് ഉം. ബ്രദർ നേരത്തെ എന്നെ കുറിച്ചൊരു പ്രൊഫസി പറഞ്ഞായിരുന്നു. അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ബ്രദർ പറഞ്ഞ അത് മെസ്സേജ് ഒക്കെ അതിന്റെ എഴുതി വെച്ചേക്കുന്നേ. അത് എഴുതി വെച്ചേക്ക്. അത് ഏത് വാക്യ ജസ്റ്റ് അവിടെ ഇരിക്കുന്നത്? ഇതിനകത്ത് നോക്കട്ടെ. ഉം. ജീസസ് preached and established what he preached by signs and wonders. സയൻസ് ആൻഡ് വണ്ടേഴ്സ് ജീസസ് പ്രസംഗിച്ചത് സയൻസ് ആൻഡ് വണ്ടേഴ്സിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, അങ്ങനെ പഠിപ്പിച്ചതാ എഴുതി വെച്ചേക്കുന്നേ. കൈ എടുത്ത് വെച്ച ജസ്റ്റ് എന്നെ മേളിലോട്ട്. കർത്താവ് എല്ലാം കാണുന്നു കേട്ടോ. ഈ കാര്യം വല്ല ജസ്റ്റ് ഞങ്ങൾ വല്ലതും കാണാൻ വല്ല വഴിയുണ്ടോ? ഇല്ല ഇല്ല ബ്രദർ. യേശു ആ പേന അവിടെ തന്നെ ഇരിക്കുമല്ലേ? ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ലോർഡ് ഈ സയൻസ് ആൻഡ് വണ്ടർ വെളിപ്പെടാൻ വേണ്ടി ഇനി മുതൽ അനേകരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യപത്രമായി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ പിടിച്ചെടുത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അറിയാൻ തരും. യേശുവെ ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പിതാവെ, ഞങ്ങളുടെ കൃപ പ്രിയമകളെ പൊതിയുന്നല്ലോ. ഓ യേശുവെ, എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുന്നു. ഇന്ന് കർത്താവ് പരിഹസിച്ചവരുടെ നടുവിൽ മാനിക്കാൻ വേണ്ടി പോകാട്ടോ. ഓ എന്റെ യേശുവെ, അനേകര് വന്ന് വിടുതൽ പ്രാപിക്കുന്ന ഭവനമായി തമ്പുരാൻ മാറ്റും. ഓ യേശുവെ, അനേകർക്കൊരു ആശ്വാസമാക്കി തമ്പുരാൻ മാറ്റും. എന്റെ കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വിഷയം തന്നെ ഇപ്പൊ പ്രാർത്ഥിച്ച വിഷയം തന്നെയായിരുന്നു എന്നോടൊന്ന് പറഞ്ഞതും. ആമേൻ. എനിക്കും കർത്താവ് അത് ഉറപ്പിക്കുക കേട്ടോ. ആമേൻ ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവെ ഷബന ഫറൗഷലബിന ഫൗറുമിന കിഫസിറ്റോ ബഹൻഡിയ ലതൂസ ടൂററ്റി മക്രുഫാരിയാം ടെഡിക്കോക്കാർ ലസീഫ്ര. എനിക്ക് 5310 എന്നൊരു നമ്പർ കാണിക്കുക. 5310 എന്നൊരു നമ്പർ എന്നെ കാണിക്കുക. 5310 എന്നൊരു നമ്പർ കാണിച്ചുകൊണ്ടിരിക്കുക. അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ ആ നമ്പർ? 5310 എന്നുള്ളൊരു നമ്പർ. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ കണക്ഷൻ? 5310. അതൊരു വ്യക്തിയിലേക്ക് വന്ന് ചേരുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ ഞാനിത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അതെന്താണോ ആ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയായിട്ട് തീരട്ടെ അപ്പ. ദൈവത്തിൻ്റെ സാക്ഷ്യമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഈവിൾ തോട്ട്സുകളെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദുഷ്ടന്റെ ആശകൾ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് ചെക്ക് ചെയ്യുക എന്തിലാണോ ആ നമ്പർ ഉള്ളത്. നിങ്ങളുടെ പേപ്പറുകളിലോ ഏതെങ്കിലും സ്ഥലത്തോ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള ഡോക്യുമെൻസിലോ ഏതിലാണോ ആ നമ്പർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കോ പ്രാർത്ഥനയ്ക്ക് ശേഷമോ നിങ്ങൾ ആ നമ്പർ മെൻഷൻ ചെയ്തിട്ട് നോക്കുക. ഇന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പറയാനാണോ സിസ്റ്ററെ? അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ലോർഡ് ജീസസ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അത് ഇപ്പം നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ അത് പിന്നീടാണെങ്കിലും നോക്കിയിട്ട് എന്ത് ചെയ്യുക, പറയുക. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് റിലീസ് ചെയ്യുന്നപ്പ. Holy Spirit, Holy Spirit, Holy Spirit, in the name of Jesus Christ. ഈ നിങ്ങളുടെ തൊടയലിൻ്റെ ആ ഭാഗത്ത് വേദനയുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്ത് സൂമിലുണ്ടോ? തൊടയലിൻ്റെ ഭാഗങ്ങളിൽ, കാലിൻ്റെ തൊടയലിൻ്റെ അവിടെ
സഹോദരങ്ങളെ, ഇന്ന് പകല് പ്രാർത്ഥിച്ചവരിൽ ആർക്കെങ്കിലും അത് വെളിപ്പെട്ടവരുണ്ടോ? ഈ ഈ ഈ ഈ ഒരു പ്ലേസില് വെളിപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഉള്ളവരുണ്ടോ? ഉണ്ട്, വെളിപ്പെട്ടവരുണ്ട്. സഹോദരങ്ങളെ, വേദനയുള്ള സഹോദരങ്ങളൊന്ന് കൈയെടുത്ത് വെക്കാവോ അവിടെ? നിങ്ങൾ ഇപ്പൊ ഒന്നും പറയല്ലേ, അന്യഭാഷ പറയരുത്, ഒന്നും പറയരുത്. ആ വേദനയുള്ള ഭാഗത്തൊന്ന് കൈവച്ച്, എന്നിട്ട് സഹോദരങ്ങളെ, ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന സഹോദരങ്ങളെ ഒന്ന് കേട്ടെ. TV ഒന്ന് ഓഫ് ചെയ്തേ സഹോദരങ്ങളെ, പ്ലീസ്. നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ TV-യുടെ അടുത്ത് വന്ന് നിങ്ങൾ ഇതിങ്ങനെ ഓണാക്കി വെക്കരുത്. എന്തോരം അത് ഡിസ്റ്റർബൻസ് ആണെന്നറിയോ? കാര്യം ഇങ്ങോട്ട് ഞാനിപ്പോൾ ഈ സൗണ്ട് ഇങ്ങോട്ട് മുഴുവൻ ക്യാച്ച് ചെയ്ത് എനിക്ക് ഭയങ്കര ഓളിയത്തിൽ വരും. ഞാൻ മാക്സിമം ഓളി ഇവിടെ കൂട്ടി വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സൗണ്ടാണ് ഇവിടെ വരുന്നത്. കാര്യം നിങ്ങൾ പലരും ഓളിയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഇവിടെ ഓളിയം ഹൈയിൽ വെച്ചേക്കുന്നത്. എനിക്ക് ചെറിയ സൗണ്ട് പോലും ഭയങ്കര ഒച്ചത്തിൽ എനിക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ TV-യുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഇതിലും വരുമ്പോൾ ഭയങ്കര ഓളിയം വരും എനിക്ക്. ഓക്കെ, വേദനയുള്ള ഭാഗത്ത് സഹോദരങ്ങളെ, ആ തൊടയിലിൻ്റെ ആ ഭാഗത്ത് വേദനയുള്ള സഹോദരങ്ങൾ കൈവച്ച്, ഇനി യേശുവിന്റെ നാമത്തിൽ ആ വെളിപ്പെട്ടവരും ഇന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചവരും എല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്, ഒന്ന് പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് പ്രാർത്ഥിച്ച് സഹോദരങ്ങളെ കൈവച്ച് ഇതിന് ശേഷം ഞാൻ ചോദിക്കും. ഒരു നിമിഷം. ഇതിന് ശേഷം ഞാൻ ചോദിക്കും. അവരുടെ കാലുകളുടെ ഇതിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന തിരുമുറിവിനാൽ കൽപ്പിച്ച് കൈവച്ച് രോഗികളെല്ലാം കൈവച്ച് യേശുവിന്റെ നാമത്തിൽ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിച്ച് ആ വേദനകളെ സൗഖ്യമാക്കിക്കേ. യേശു ജീവിക്കുന്നു. The healing power is moving. The healing power is moving. The healing power is moving. സൗഖ്യമാക്കുന്ന യഹോവ നമ്മുടെ കൂടെയുണ്ട്. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മുറിവ് പ്രിയമക്കളുടെ രോഗത്തിൽ നിന്ന് വേദനയ്ക്കകത്തുന്നു. അത്ഭുതമാണ്. ഓപ്പറേറ്റ് ചെയ്ത് ഹീലിംഗ് മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സൗഖ്യമാക്കുന്ന കർത്താവേ, തീ കത്തട്ടെ. ആത്മാവിന്റെ തീ അവിടെ കത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ അവിടെ കത്തട്ടെ. ജീസസ് ക്രൈസ്റ്റ്. സൗഖ്യമാക്കിക്കേ. രോഗിയെ സൗഖ്യമാക്കി. യേശു പറഞ്ഞതുപോലെ സൗഖ്യമാക്ക്. പുറപ്പെടുക, സൗഖ്യമാക്കുക. ദൈവരാജ്യത്തിന്റെ ശക്തി നിങ്ങളുടെ നാവിന് മേലുണ്ട്. ജീവനുണ്ട്. ജീസസ് ക്രൈസ്റ്റ്. Jesus Christ. Amen. Thank you Jesus. Thank you Holy Spirit. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞ സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കൈവച്ച് അവിടെ വേദന ഉണ്ടെന്ന് പറഞ്ഞ സഹോദരങ്ങൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. വേദന ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ കൈക്ക് അവിടെ ആ ഭാഗത്ത് വേദന ഉണ്ടെന്ന് പറഞ്ഞവര് കൈവച്ചവരോ? നിങ്ങള് കൈവച്ചായിരുന്നോ? എന്നാ വ്യത്യാസം? എനിക്ക് കുറവായി. വേദന കുറവായെന്നാണോ മാറിയെന്നാണോ? എനിക്ക് കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പൊ അങ്ങനെ ഞെക്കിട്ടില്ല. നടക്കുമ്പോ ഭയങ്കര വേദനയായിരുന്നു. നടക്കുമ്പോ വേദനയായിരുന്നു. ഇപ്പോഴോ? നടന്നു നോക്കിയിട്ട് ഈ സാംസങ് SM-A1 ഇത് ആരാ വർത്താനം പറയുന്നേ? കേൾക്കുന്ന പോലും ഇല്ല സഹോദരി. കുറെ നേരമായിട്ട് സഹോദരി ഇത് പേര് പോലും അറിയത്തില്ല. സാംസങ് S1 എന്തോ ഇട്ടേക്കുന്ന പേരത്. നിങ്ങള് സഹോദരങ്ങളെ, സഹോദരി ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടോ സിസ്റ്റർക്ക്?
നേരത്തെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു വേദന കാരണം, ഇപ്പൊ നടക്കാൻ ഭയങ്കര പറ്റുന്നു. വേദനയായിരുന്നു. നടക്കാൻ പറ്റുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറഞ്ഞു. വേദന കുറയും, ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്. ആ നന്ദി കർത്താവേ. നടക്കുമ്പോ വേദന ഉണ്ടായി, ഭയങ്കര വേദനയായിരുന്നു. നേരത്തെ നടക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിച്ച് നടന്നു നോക്കിയായിരുന്നോ? നടന്നിട്ട് എങ്ങനെയുണ്ട് വേദന? വേദന ഇല്ല ഇപ്പൊ. അങ്ങനെ പറ. കർത്താവെ അങ്ങ് സൗഖ്യമാകൃപയ്ക്കുന്നു. പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പ്രവർത്തിച്ചത് കൊണ്ടോ? അടുത്തയാള് ചെക്ക് ചെയ്തേ. അടുത്തയാള് ആ കാലിന്റെ തൊടയലിന് വേദന ഉണ്ടെന്ന് പറഞ്ഞ സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ. കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട്. അടുത്തയാള്, അതായത് നേരത്തെക്കാൾ വേദനയ്ക്ക് ഇച്ചിരി മാറ്റം വന്നു. മാറ്റം വന്ന ആള് വെയിറ്റ് ചെയ്യണേ. അടുത്തയാള് നോക്കിക്കേ. ഇത്രയും നേരം പ്രാർത്ഥിച്ച ആൾക്കാരൊക്കെ എവിടെ പോയി? കൈ വെച്ചവരെവിടെ പോയി? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. കൈ വെച്ചവര് പെട്ടെന്ന് പറഞ്ഞ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. പ്രാർത്ഥിച്ചവരുണ്ടോ ഇതിന്റെ അകത്ത്? കൈവച്ച് പ്രാർത്ഥിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണേ. ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം? ഇപ്പൊ രണ്ടുപേര് പറഞ്ഞു അവർക്ക് മാറ്റം ഉണ്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമില്ല. മാറ്റമില്ല. ഇന്ന് അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോ നേരിയതായിട്ടുള്ള വേദനയുള്ളൂ. മറ്റേത് ശക്തമായിട്ടുള്ള വേദന ഈ സമയത്ത് വരും. പക്ഷെ അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോ നേരിയ വേദനയായി മാറി. വേദന കുറഞ്ഞു. അന്യഭാഷയിൽ പങ്കെടുത്ത കാരണം ആമേൻ. തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും മാറിയിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ? മാറിയവരുണ്ടോ? എന്നിട്ട് ഞാൻ മാറാത്തവരിലേക്ക് വരാം. മാറിയവരുണ്ടോ? ഇല്ല. മാറാത്തവരുണ്ടോ? ഉണ്ട്. സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടി കൈവച്ച്, നിങ്ങൾ സഹോദരങ്ങളെ കൈവച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കൈവച്ചവിടെ കൈവച്ചിട്ട് നിങ്ങൾ പറയണം, ഈ വേദന യേശു ചുമന്നതാണ്. സഹോദരങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത്, ഒരാൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ രോഗിക്ക് വേണ്ടി കർത്താവെ, ഈ വേദന ക്രൂശിൽ കർത്താവ് വഹിച്ചതാണ്. ഞാൻ വഹിക്കേണ്ട കാര്യമില്ല. ഈ രോഗം ഇപ്പോൾ തന്നെ, ഈ വേദന കർത്താവ് എടുത്ത് മാറ്റിയതിനായി നന്ദി പറയുന്നപ്പാ. യേശുവിന്റെ അടിപ്പിണരാൽ അവിടെ സൗഖ്യം വന്നതിനായി നന്ദി പറയുന്നപ്പാ. ആമേൻ. ഇനി പ്രാർത്ഥിച്ച് എല്ലാരും സഹോദരി പറഞ്ഞതുപോലെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. ആ വേദന ഉള്ളവർ കൈയെടുത്ത് വെച്ച്. ഇതിന്റെ അകത്ത് വേറെ വേദന ഉള്ളവരും കൈവച്ച്. ഈ കൂട്ടത്തില് ഇതിന്റെ അകത്ത് മറ്റ് വേദനയുള്ളവരും കൈവച്ചു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് ലോർഡ് ജീസസ് ഹീലിംഗ് അനോയിന്റിങ് കൽപ്പിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വേദനകളുടെ മേൽ, കൈകളുടെ മേൽ, കാലുകളുടെ മേൽ, കർത്താവേ ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ബാക്ക് പെയിനുകൾ സൗഖ്യമാകിയ, ബാക്ക് പെയിനുകൾ സൗഖ്യമാകിയ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഓ എന്റെ യേശുവേ, ഓ ഹോളി സ്പിരിറ്റ് ലോ ഷബഖറന കസിയാൻ ടെഡിക ബാലിയ സ്വഹാരിയ അൻദരി അർബീന റഷോത്തെ ബെനേഫ റഷോല കെനാസ ഫ്രൈറ്റ ഹസോഫ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, in the name of Jesus Christ, for valeba fenasipeta foria la temashiga la dushia mohoshala kena farakena safena la theri amderi rakosha kola ke managazi amderi. Healing in the name of Jesus Christ. പ്രാർത്ഥിച്ച് കൽപ്പിച്ച് പാമ്പുകളെ, രോഗശക്തിയെ ബന്ധിച്ച് ആ രോഗത്തിന്റെ ദുരാത്മാവിടെ ഇറങ്ങാൻ പറ ശരീരത്തിൽ നിന്ന്. യേശുവിന്റെ നാമത്തിൽ വേദന കൊണ്ടുവരുന്ന ദുഷ്ടശക്തിയെ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ഇറങ്ങാൻ പറ. ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മതി സഹോദരങ്ങളെ. ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത്, നിങ്ങൾ പ്രാർത്ഥിച്ച സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്തേ.
പ്രാർത്ഥിച്ച സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്ത് എന്നാ വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കുന്നത്? മാറ്റം വന്നു ബ്രദർ. നേരത്തെ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ എന്നാ സംഭവിച്ചത്? ഇപ്പൊ മാറ്റം വന്നു, വേദന മാറി. മാറി. 18 വർഷത്തിന് മേളിലായി ഓ, വേദന. നിങ്ങൾ കേട്ടെ എത്ര വർഷമായിട്ടുണ്ടായ വേദന? 18 വർഷമായി. പീരീഡ്സ് നിന്ന ശേഷം ഉണ്ടായതാണ്. ഓ, നിങ്ങൾ കേട്ടെ, പീരിയഡ്സ് നിന്നതിന് ശേഷം ഉണ്ടായ 18 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചപ്പോ മാറിയില്ലായിരുന്നു അല്ലേ? അതാ സോറി പറഞ്ഞല്ലേ? കുറച്ച് സമാധാനം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ആ. മുഴുവൻ മാറി. ഓ, എന്റെ യേശുവേ, നിങ്ങൾ കേട്ടെ, 18 വർഷമായിട്ടുണ്ടായിരുന്ന രോഗശക്തിയാണ് ഇപ്പൊ ഇറങ്ങിപ്പോയത്. കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദിയപ്പാ. യേശു, ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു വാക്കിൽ നിന്ന് അന്യഭാഷ പ്രാർത്ഥനയ്ക്കകത്ത് ആ കൃപാവരം, രോഗസൗഖ്യത്തിന്റെ കൃപാവരത്തെ നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിപ്പിച്ചിരിക്കുകയാണ്. ജീസസ്, നിങ്ങൾ കേട്ടെ, 18 വർഷമാണ് അവർ പറഞ്ഞ പീരിയഡ്സ് നിന്നതിന് ശേഷം 18 വർഷമായിട്ട് ഈ വേദന കൂടെ ഉണ്ടായിരുന്നു. അത് യേശു സൗഖ്യമാക്കി. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അതുകൊണ്ടാണ് രണ്ടാമത് നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. സൗകര്യം ആദ്യം പറഞ്ഞു ആ വേദന കുറച്ചേ കുറവുണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ രോഗശക്തിയെയും രോഗത്തിന്റെ ദുരാത്മ പ്രവൃത്തിയും ഉണ്ട്, രണ്ടും ശ്രദ്ധിച്ചോണം. നിങ്ങൾ കർത്താവിന്റെ അടിപ്പിടരാൽ സൗഖ്യം യൂസ് ചെയ്യുമ്പോൾ, ആ കൃപാവരം നിങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ചിലപ്പോൾ അത് രോഗമാകാം, രോഗശക്തിയാകാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിനെ കൽപ്പിക്കണം, അതിനെ വെട്ടി നിങ്ങൾ നീക്കണം. അപ്പോൾ ആ വ്യക്തിയുടെ മേലേക്ക് സൗഖ്യങ്ങൾ വെളിപ്പെടുന്നതും ആ തടസ്സങ്ങൾ നീങ്ങുന്നതും. ചില കാര്യങ്ങളിൽ കർത്താവ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് വെളിപ്പെടുത്തും. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം ലഭിച്ചവര്? മറ്റാരെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്ത് ആ വേദനയ്ക്കകത്ത് മാറ്റം വന്നവര്? ബ്രദർ, എന്റെ റൈറ്റ് ഷോൾഡറിന്റെ നെക്കിന്ന് മേലെ റൈറ്റ് ഷോൾഡർ ഇന്ന് രാവിലെ മുതൽ നല്ല വേദനയായിരുന്നു. അത് ഇപ്പൊ ഇല്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷമോ? ഇപ്പൊ ഇല്ല. കണ്ടോ? യേശുവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ആളൊന്ന് ചെക്ക് ചെയ്തേ. സഹോദരങ്ങൾ, ഇത് സൂമി കടന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു പോകാനല്ല, പുറത്തേക്ക് ഒഴുകണം. പറയട്ടെ, സാക്ഷ്യം പറയാൻ പോയി. എന്നാ പറ്റിയ സഹോദരി? എന്റെ ഈ ഇടതുവശത്തുണ്ടല്ലോ, എളിയുടെ ആ ഭാഗത്ത്, നട്ടലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്, പക്ഷെ ആ ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു. എളിയുടെ ഭാഗത്ത്. എത്ര നാളായിട്ട്? അതിപ്പോ 2 വർഷത്തോളമായി. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ആ വേദന. ഇങ്ങനെ നടക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ചെരിഞ്ഞു പോവുക. അന്നേരം നല്ല വേദനയായിരുന്നു. ഇപ്പൊ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് വേദന പൂർണ്ണമായി മാറിയില്ല, എങ്കിലും എനിക്ക് നന്നായി കുറഞ്ഞു. അതായത് എത്ര ശതമാനം നമുക്ക് പറയാൻ പറ്റും? 100-ല് ഒരു 90% കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അതായത് 2 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു, പൂർണ്ണമായിട്ട് മാറിയില്ല, പക്ഷെ 100%-ൽ 90% വ്യത്യാസം. അതിന്റെ അടുത്ത് 10% അല്ലേ ഇനിയുള്ളൂ. അപ്പൊ അതങ്ങ് കൽപ്പിച്ച് പുറത്താക്കിക്കേ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ്, ഡെലിവറൻസ് മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് അടുത്ത സാക്ഷ്യം പറയണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യും. അതിന്റെ അർത്ഥം കൽപ്പിച്ചോണ്ട്, കർത്താവേ, എനിക്ക് പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇന്ന് നല്ലൊരു സൗഖ്യം കിട്ടി. കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ മാറിയതായിരുന്നു. 1 മാസമായിട്ട് എനിക്ക് സ്കൂട്ടറിൽ സ്കിഡ് ആയപ്പം ബാക്ക് പെയിൻ വന്നതാണ്. ട്രീറ്റ്മെന്റിനും ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോ എനിക്ക് മാറിയതായിരുന്നു, പിന്നെയും വന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ട്, പക്ഷെ കുനിയാൻ പറ്റുന്നില്ലായിരുന്നു ഇതേവരെ. ആക്സിഡന്റ് കഴിഞ്ഞത് പിന്നെ സിസ്റ്റർ കുനിയാൻ പറ്റത്തില്ലായിരുന്നു വേദന കാരണം. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു. ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ആ വേദന പോയില്ല. പിന്നെ കഴിഞ്ഞ ഞാൻ ഈ പ്രാർത്ഥനയിൽ ഒരു ദിവസം കയറിയപ്പോ അന്ന് എനിക്ക് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോ കംപ്ലീറ്റ് വേദന മാറി. പിറ്റേ ദിവസം എണീച്ചപ്പോ അതുപോലെ പിന്നെ വേദനയായിരുന്നു. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആ വേദന കംപ്ലീറ്റ് മാറി. എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ട്, കാലം തൊടാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറ്റത്തില്ലായിരുന്നു. ഇല്ല. ഓ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എനിക്ക് ഇതുപോലെ കഴുത്തിനും കൈക്കും
മുട്ടിനും നടുവിനും തേയ്മാനമാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ 2 ദിവസം കൊണ്ട് എനിക്ക് വലത്തെ ഷോൾഡറിന് കഴുത്തിന് വേദന വന്നിട്ട് ഷോൾഡറിലോട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. പകലൊക്കെ എനിക്ക് കഴുത്തൊന്നും തിരിക്കുമ്പോൾ ഞാൻ പില്ലോ ഒക്കെ മാറ്റി വെച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം ആ കഴുത്തിന്റെ വേദനയും ഷോൾഡറിലോട്ടുള്ള പെയിനും കുറവുണ്ട്. പിന്നെ തേയ്മാനം എല്ലാം പൂർണ്ണമായിട്ട് മാറിയെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ ഫാറ്റ് ലിവറും ഉണ്ട്, അതും പൂർണ്ണമായിട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. അതായത് തേയ്മാനത്തിന്റെ അകത്ത് സൗഖ്യമായെന്നാണോ മാറ്റം ഉണ്ടെന്നാണോ? ഇപ്പൊ ഇന്ന് അതിവേദനയായിരുന്നു കഴുത്തിന്റെ കൈയും. പക്ഷെ ഇപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വ്യത്യാസമുണ്ട്. മറ്റേ എനിക്ക് കിടക്കാനൊന്നും വയ്യ, കഴച്ചങ്ങ് ഭയങ്കര കൈ കഴപ്പായിരുന്നു, കഴുത്തിൽ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര വേദനയായിരുന്നു. അതായത് തേയ്മാന നിമിത്തം വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം ആശ്വാസമുണ്ട്. അതായത് പൂർണ്ണമായും മാറിയിട്ടില്ല, ആശ്വാസമുണ്ട്, പൂർണ്ണമാറ്റം വന്നിട്ടില്ല. 80% അപ്പൊ നമുക്ക് 20% കൂടെ മിച്ചമുണ്ട്. പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. അപ്പൊ ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ ഒന്നുകൂടെ ഞാൻ ചോദിക്കും, ഈ സമയത്ത് സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച സഹോദരങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം, സഹോദരി എനിക്ക് പൂർണ്ണ സൗഖ്യമായിട്ട് ഞാൻ ഇന്ന് സാക്ഷ്യം പറയും. യേശുവിന്റെ നാമത്തിലെ കഴുത്തെ കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം, ഈ തേയ്മാനമൊക്കെ യേശു ക്രൂശിൽ വഹിച്ചതാ. തേയ്മാനം യേശു ക്രൂശിൽ വഹിച്ചതാ. 80 വയസ്സുള്ള മോശയ്ക്ക് എന്താ പറഞ്ഞത്, ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ 40 കൊല്ലം മരുഭൂമി നടക്കാൻ തമ്പുരാൻ ബലം കൊടുത്തെങ്കിൽ നമുക്ക് എത്ര അധികം. ഇത് കൃപയുഗമാണ്. ക്രൂശിൽ യേശു ക്രിസ്തു വില കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കരുത്. കൈവച്ച് പറഞ്ഞോണം, പൂർണ്ണ സൗഖ്യം. 80% പോരാ, 100% സൗഖ്യമാണ് എൻ്റെ അവകാശം. കാര്യം ക്രിസ്തു പൂർണ്ണമായും വില കൊടുത്തു. ആമേൻ. ഞാൻ അടുത്ത സാക്ഷ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ സഹോദരങ്ങളെ. ഇന്ന് രോഗങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ടവര്, രോഗത്തിന്റെ വേദനകൾ വെളിപ്പെട്ടവര് വേഗത്തിൽ ഒന്ന് കമന്റ് ചെയ്യാവോ സഹോദരങ്ങളെ? നമ്മൾ അതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് നിങ്ങൾ കമന്റ് പറയണ്ട, സമയം പോവും. നമുക്ക് പറയാമെന്ന് കഴിഞ്ഞാൽ സമയം പോവും. നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വ്യക്തികളുടെ നിങ്ങളെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത്, വേദനകൾ കാണുന്നത്, അത് മാത്രം ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്പെസിഫിക് ആയിട്ട് എവിടെയാണോ വേദന ഉള്ളത് പറയാൻ പറ്റുന്ന ഭാഗങ്ങളാണെങ്കിൽ മാത്രം അത് കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ലോർഡ്, ചിലർക്ക് രഹസ്യ രോഗങ്ങളുള്ളവരുണ്ട്, അത് പബ്ലിക്കായിട്ട് കമന്റ് ചെയ്യരുതേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. അതിനുശേഷം ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഉള്ളത്തിൽ ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അകത്ത് ആ ഹീലിംഗ് മിനിസ്ട്രി, ഹീലിംഗ് ഗിഫ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യണം. കാര്യം നിങ്ങളുടെ അയൽപക്കത്തുള്ളത്, നിങ്ങളുടെ നാട്ടിലുള്ളവർ, നിങ്ങളുടെ പട്ടണത്തിലുള്ള രോഗം വന്ന് മരിക്കുവാണ് അവർ ചിലപ്പോൾ മരിച്ച് നിത്യ നരകത്തിലോട്ടോ ചിലപ്പോൾ അവർ പോകുമായിരിക്കാം. നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങൾ അവരെ പോയി സൗഖ്യമാക്കി യേശുവിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ അവർ നിത്യജീവനിലേക്ക് അവകാശം പ്രാപിക്കുവാണ്. ആ രോഗസൗഖ്യം യേശുവിലേക്കും നിത്യതയിലേക്കും വരാൻ ഒരു അവസരമാണ്. അതുകൊണ്ട് ഈ കൃപാവരങ്ങളെല്ലാം ലഭിച്ചവർ വെറുതെ നിങ്ങൾ ഇരിക്കരുത്, ഇത് യൂസ് ചെയ്യണം. നിങ്ങൾ പലപ്പോഴും എന്നെ പരിഹസിച്ച് പറയാറുണ്ട്, ഇത് ബ്രദർ എവിടുന്നോ ഏതോ ബാഗിൻ്റെ അകത്തു നിന്നെല്ലാം കൊണ്ടുവന്ന് ടേണ്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നതൊക്കെ. നിങ്ങളിലൂടെ നടക്കുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ബ്രദർ പറയുമ്പോഴല്ലേ ആൾക്കാർക്ക് എല്ലാം പ്രശ്നമുള്ളൂ. നിങ്ങളിലൂടെ അത് എത്ര പരിഹസിച്ചാലും കുഴപ്പമില്ല കേട്ടോ. യേശുവിന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ പരിഹസിക്കുക എന്നുള്ളത് പിശാചിന്റെ ലക്ഷ്യമാണ്. അവന്റെ പ്രവൃത്തി അവൻ ചെയ്യുമെങ്കിൽ യേശുവിന്റെ പ്രവൃത്തി കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും, എത്ര നിങ്ങളെ നിന്ദിച്ചാലും, അത് ദുഷ്ടന്റെ ആത്മാവാണത്. അവനെ ബന്ധിക്കുക. അത് ആരാണോ ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളും. ലോർഡ് ജീസസ്, എനിക്കറിയാം ഇന്ന് ഇതിൻ്റെ അകത്ത് പരീക്ഷിക്കുവാൻ വേണ്ടി കയറിയിറക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോടും പറയുന്നു, ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് തെളിയിക്കും യേശുവിന്റെ നാമത്തിൽ. ലോർഡ് ജീസസ്, ബൈബിളിൽ ഒരു വാക്ക്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്നാണ് പറഞ്ഞത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് 2 ആധാരങ്ങൾ ഇരിക്കുന്ന ഒരു കാഴ്ച കാണുക. ആ 2 ആധാരങ്ങളിലും ഒരേ ആളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 2 ആധാരമുണ്ട്. ആ 2 ആധാരത്തിലും ഒരു പേര് തന്നെ 2 ആധാരത്തിലും മെൻഷൻ ചെയ്തേക്കുന്ന ഒരു ആധാരം ഞാൻ ഒരു ഭവനത്തിൽ കാണുക. ലോർഡ് ജീസസ്, ഇന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞു സിസ്റ്ററെ. എന്റെ കയ്യിലാണ് അതിന്റെ കോപ്പി എടുത്തതാ. എന്റെ പേരിൽ തന്നെ 2 ആധാരമുണ്ട്. സിസ്റ്ററുടെ പേരിൽ തന്നെ 2 ആധാരം. അതെ, അതിന്റെ കോപ്പി എടുത്ത് അവർ എഴുതിയപ്പോ തന്നിരുന്നു. ഓക്കെ സിസ്റ്റർ,
ഇത് ഇപ്പൊ ഇവിടെ സിസ്റ്ററുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതെ അതെ, എന്റെ വീട്ടിലെ ഇപ്പോഴും നാട്ടില്. അതായത് ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ആധാരം കാണുന്നു. അതിൽ രണ്ടേലും ഒരേ പേര് മെൻഷൻ ചെയ്തിരിക്കുക, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ, അത് സ്ഥലം ഇന്ന് എന്റെ ഉള്ളത്തിൽ പറയും, അത് നന്മയാക്കി തമ്പുരാൻ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പോകും. അതിന്റെ അകത്തു നിന്നും ഇങ്ങനൊരു ശബ്ദം ഞാൻ കേൾക്കുക, വാഴിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ അകത്ത് തമ്പുരാൻ നിങ്ങളെ വാഴിക്കും. ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. അതായത് ഈ നിങ്ങൾക്ക് ഈ ഇപ്പൊ തുടങ്ങിയ പ്രശ്നമല്ല, ഈ സ്ഥലം അനുഭവിക്കത്തില്ല. അതായത് ഇത് കയ്യിലോട്ട് അനുഭവിക്കാൻ, നമ്മളിങ്ങനെ നാട്ടുഭാഷ പറയാറുണ്ട്, അനുഭവിക്കാൻ യോഗമില്ലെന്നൊരു വാക്ക് ഈ തലയ്ക്ക് മീതെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. അത് നാട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തി ടാർഗറ്റ് ചെയ്തിട്ടിരിക്കുന്നതിനെ ഇന്ന് ക്യാൻസൽ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ. ഈ ഡിസംബർ മാസം ദൈവത്താൽ ഒരു സാക്ഷ്യം കാണാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. റോമ ഷലാഫിനി അന്തിരിക്ക മസ്വഖാറിയ. എൻ്റെ ഉള്ളത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുവാണ്. എൻ്റെ ഉള്ളത്തിൽ ആ പേര് പറയുമ്പോൾ 2 തലമുറയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ജെയ്മോൻ എന്നാണ്. പക്ഷെ എനിക്കറിയാം മിനി സിസ്റ്റർ, നമ്മുടെ പ്രാർത്ഥനയിൽ കൂടുന്ന മിനി സിസ്റ്റർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. മിനി സിസ്റ്ററുടെ ഹസ്ബൻഡിന്റെ പേരും ജെയ്മോൻ എന്നാണ്. മിനി സിസ്റ്റർ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ജെയ്മോനുമായിട്ട് 2 തലമുറയുള്ള ജെയ്മോന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതിലൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ജനുവരി എന്നുള്ളൊരു മാസം എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ ജെയ്മോനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, എനിക്ക് മിനി സിസ്റ്ററെ വ്യക്തിപരമായിട്ട് അറിയാം, പക്ഷെ ജനുവരി മാസം എന്നാന്ന് എനിക്ക് ചോദിച്ചാൽ അറിയത്തുള്ളൂ. ഇന്ന് പ്രേയറിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ജെയ്മോൻ 2 തലമുറയെ കാണിക്കുന്നു. അവിടെ ഞാൻ ജനുവരി മാസത്തിൽ ഒരു വ്യക്തിയുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ ആ മാസം കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ അങ്ങടെ പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഇച്ചിരി നേരത്തെ പറഞ്ഞില്ലേ ഒരു ആധാരത്തിന്റെ കാര്യം, ആ 2 ആധാരം ഇരിക്കുന്ന ഒരേ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നു പറഞ്ഞത്. ആ അത് എന്റേതാണ്. പിന്നെ എന്റെ അമ്മയുടെ പേരാണ് 2 ആധാരത്തിൽ വന്നിരിക്കുന്നത്. അത് അമ്മയ്ക്ക് വീതം കിട്ടിയതാണ് ഒരാധാരം. ഓക്കെ. അപ്പം ആ ആധാരം അമ്മയ്ക്ക് എഴുതി കൊടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് അമ്മ അതെനിക്ക് ഇഷ്ടാധാരമായിട്ട് എനിക്ക് എഴുതി തന്നു. അപ്പം ആ അമ്മയ്ക്ക് എഴുതി കൊടുത്ത ആധാരം പഴയ മുന്നാധാരമായിട്ട് എന്റെ ഇരിപ്പുണ്ട്. അമ്മ എനിക്ക് എഴുതി തന്നു പിന്നാധാരമായിട്ട് 2 പേരിലും 2 ആധാരത്തിലും അമ്മയുടെ പേരുണ്ട്. ഓക്കെ. ഇതിപ്പോ എത്ര പേർക്ക് അങ്ങനെയുണ്ട്? 2 ആധാരം ഇരിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ പേരിലുണ്ട്. എന്റെ വീട്ടിലുണ്ട്. എന്നാ കേട്ടെ. അപ്പൊ ഇത്രയും പേര് വന്നതല്ലേ? ഇതിന്റെ അകത്ത് നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തിയുടെ ഭവനമേത ഈ ആധാരം ഇരിക്കുന്നതില്? എന്റെ നവംബർ 22 ഒരു മിനിറ്റ്. ഇപ്പം ഈ ആധാരം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ നവംബർ മാസത്തിൽ ജനിച്ച ഈ 2, ഇപ്പൊ പറഞ്ഞല്ലോ ഇത്രയും പേര് വന്നല്ലോ, ഇപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ജനുവരി മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി ഇതിന്റെ കൈവശമുണ്ട്. ഇതിന്റെ കൈവശം പിടിച്ചോണ്ടെങ്കിൽ അതാരാ? ജനുവരിയിൽ എന്റെ മോൻ ജനിച്ചു, നവംബറിൽ ഞാൻ ജനിച്ചു. ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ആ വീട് വെച്ചിട്ട് 28 വർഷമായി. ഞങ്ങള് കുവൈറ്റിലായിരുന്നു 20 വർഷം. പിന്നെ അവിടെ താമസിക്കാൻ പോകാനേ മനസ്സില്ല, അവിടെ താമസിക്കാൻ ഇഷ്ടമില്ല. ഇപ്പൊ ഞങ്ങള് റിന്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹസ്ബൻഡ് മരിച്ചുപോയി. പിന്നെ ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. കണ്ടത് വാഴിക്കത്തില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടപിശാശെ, ഇന്ന് അതിന്റെ മേൽ കർത്താവ് ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യോട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ പദ്ധതികളെ വെട്ടിമാറ്റുന്നപ്പ, അവന്റെ പ്രവർത്തികളെ അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ തിരിച്ചു വരുന്ന ഒരു നിമിഷമേ, നമുക്ക് വേഗത്തിൽ ആ കമന്റുകൾ മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിപ്പോ നിങ്ങൾ ആ കമന്റ് സ്കിപ്പായി പോയല്ലോ. ഓക്കെ. ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്.
ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് കുറെ ഇടതുവശത്ത് ഇടുപ്പിന്റെ അവിടെ വേദനയുള്ള സഹോദരങ്ങളെ ആരാത് ഇതിനകത്ത് കമന്റ് ഒരാൾ ഇട്ടതേക്കുന്നതായിട്ട് ആർക്കത് വെളിപ്പെട്ടത്? ഞാനത് ഫോണിന്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ. ഇടത് ഇടുപ്പിന്റെ അവിടെ വേദനയുള്ളവര് മ്യൂട്ടായിപ്പോയോ? ഇടത് ഇടുപ്പിന്റെ അവിടെ അതാർക്കാ വെളിപ്പെട്ടത് ആ വേദന? ആ കമന്റ് ചെയ്തേക്കുന്നത് ഞാൻ ഫോണിന്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ അവിടെ. ഇടത് ഇടുപ്പിന്റെ അവിടെ വേദനയുള്ളവര് സിസ്റ്ററാണ് ഇട്ടത്. ഓക്കെ, സിസ്റ്ററാണ് ഇട്ടത്. ഓക്കെ, ആ ഇടത് ഇടുപ്പിന്റെ അവിടെ വേദനയുള്ള സഹോദരങ്ങൾ ആരെങ്കിലും അതിനകത്തുണ്ടോ? ഇടത് ഇടുപ്പിന്റെ അവിടെ ഉണ്ട്. ആ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കില്ല, രണ്ട് സൈഡിലുള്ളവരും പ്രാർത്ഥിച്ചു. അപ്പം ആ വേദനകൾ വെളിപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന സഹോദരങ്ങളെല്ലാം അവർക്ക്, സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച്, ആര് പ്രാർത്ഥിക്കുന്നുള്ളത് വിഷയമല്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്ന് ബ്രദർ അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, അവരെ ചിന്തിക്കല്ലേ. പിശാചിന്റെ തന്ത്രവാദമാണ്. യേശുവിന്റെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പെട്ടെന്ന് പോലെ തന്നെ മൂക്കിന്റെ, അത് ഞാനൊരു കമന്റ് ഉണ്ട്, മൂക്കിന്റെ അവിടെ വേദനയും നീരും ബുദ്ധിമുട്ടും ഉള്ളവർ, മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം ഉള്ളവർ, സർജറി പറഞ്ഞവരുണ്ടായിരിക്കാം, അതിന്റെ പാലത്തിന്റെ പ്രശ്നമായിരിക്കാം, അതും കുറെ കമന്റ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം കൈവച്ചു ഒരുമിച്ച് നമ്മൾ ഇനി ഓരോ പ്രാർത്ഥന വിഷയം. പിന്നെ അത് കാണുന്നത് എന്തുവാ, ഈ ഇടിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, ലെഫ്റ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗറിന്റെ ബാക്ക് പെയിൻ ഉള്ളവര്, നിങ്ങള് സഹോദരങ്ങളെ ഈ പട്ടീനെയൊക്കെ അഴിച്ചു വിട്ടിട്ട് പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന സഹോദരങ്ങളെ അതിനെ ഒന്നെങ്കിൽ പൂട്ടിയിടുക, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യണേ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഈ മൈക്കിന്റെ ഉള്ളിയും കൂട്ടി വെച്ചേക്കുന്നുണ്ട്, ഇതെന്റെ ചെവിക്കകത്തോട്ട് ഇങ്ങനെ ഇടിച്ചു കയറുന്ന സൗണ്ട് എല്ലാം കൂടെ. കർത്താവേ കൃപ. ഇനി ആ വെളിപ്പെട്ടവര്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളിലൂടെ കർത്താവ് ലോകത്തിൽ, ഈ ഏതെങ്കിലും ലോക്കൽ പഞ്ചായത്തിൽ യേശുവിന്റെ സുവിശേഷം പറഞ്ഞ് നടക്കാൻ വേണ്ടി അല്ല വിളിച്ചിരിക്കുന്നത്, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകാനുള്ളവരാ. നിങ്ങൾ പോയിട്ട് ഒരു വ്യക്തിയെ വിടിവിച്ചെടുക്കാൻ വേണ്ടിയുള്ളവര്, മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളവര്, തീയിൽ നിന്നും അനേകരെ വലിച്ചെടുക്കാൻ. ഓക്കെ, ടെന്നീസ് എൽബോ പെയിൻ ഉള്ളവര്, ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം നോക്കണം. സ്റ്റെഫി സഹോരിക്കാണ് വെളിപ്പെട്ടത്. ഓക്കെ, ആ വെളിപ്പെട്ടവര് ശ്രദ്ധിച്ചോണേ. ഇപ്പം ആ പെയിൻ ഉള്ളവരെല്ലാം, അപ്പൊ പറഞ്ഞ പോലെ ഇടുപ്പിന്റെ അവിടെ പെയിൻ ഉള്ളവര്, അപ്പൊ എൽബോയ്ക്ക് അവിടെ പെയിൻ ഉള്ളവര്, ഓക്കെ, നവംബർ 16 ജനിച്ച വ്യക്തി, ബാക്കി കൂടെ വേണം നമുക്ക്. വേർഡ് ഓഫ് വിസ്ഡം യൂസ് ചെയ്യുമ്പോൾ ബാക്കി പോരാ. നവംബർ 16 ജനിച്ചപ്പം അവർ പറയും, 3 പേര് പറയും ഞാൻ 16 പറയും. അപ്പം അടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമാണേ. ഓക്കെ, ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, വേദന ഉള്ളവർ കമന്റ് ചെയ്യണം, നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. ബാക്ക് പെയിൻ ഉള്ളവര്, ലെഫ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഗ്യാസ് പ്രോബ്ലം, കൊളസ്ട്രോൾ ഒക്കെ ഹൈ ആയിട്ടുള്ളവര്, വൂമിൽ ഉള്ളൊരു ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവര്, എല്ലാരും കൈവച്ച്, എല്ലാരും ആ വേദന ഉള്ളവര്, ആ വേദന വെളിപ്പെട്ടത് ദൈവത്താൽ അവർക്ക് വെളിപ്പെടുത്തി. സഹോദരങ്ങളെ കേട്ടെ, നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോണം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നമുണ്ട് വിശ്വാസികളിൽ. ആരാ പ്രാർത്ഥിക്കുന്നത് നോക്കരുത്. അവർ പ്രാർത്ഥിച്ച അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് ദൈവമൊക്കെ അത് വെളിപ്പെടുത്തി കൊടുത്തതാണ്, കർത്താവ് ഇന്ന വ്യക്തികളെ സൗഖ്യമാക്കാൻ വേണ്ടി പോകാന്നുള്ളത്. അങ്ങനെയെങ്കിൽ ആ വെളിപ്പെടുത്തുന്നതിന്റെ അകത്തൊരു വിടുതൽ കിടപ്പുണ്ട്. കൈവച്ച് ധൈര്യമായിട്ട് കൈവച്ച്. വേദനയുള്ളവര്, എവിടെയൊക്കെയാണ് നമുക്ക് പെയിൻ ഉള്ളത്, എവിടെയൊക്കെയാണ് പെയിൻ ഉള്ളത്, അവിടെ എല്ലാം കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കൈവച്ച്. ഷതമന ലഫ്രറ്റരി, മനീരുള്ളവരെല്ലാം, ആ മുഴകൾ ബൾജ് ചെയ്ത് നിൽക്കുന്ന ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ നിപ്പുണ്ടെങ്കിൽ കൈ എടുത്ത് വെച്ച്. അതൊന്നും നമുക്ക് വേണ്ട പ്രിയരെ. യേശു അത് വഹിച്ചെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ചുമക്കുന്നത്? കർത്താവ് എടുത്തെങ്കിൽ നമ്മൾ ചുമക്കണ്ട. യേശു വഹിച്ചെങ്കിൽ നമ്മൾ ചുമക്കണ്ട. ഓക്കെ, ലെഫ്റ്റ് ഇയറിന് പെയിൻ ഉള്ളവർ, ലെഫ്റ്റ് ഇയർ അതായത് ഇടത്ത് ചെവിക്ക് വേദന ഉള്ളവരും എല്ലാം കൈവച്ചോണേ. സൗകര്യം ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കമന്റ് കുറച്ച് കഴിയുമ്പോൾ സ്കിപ്പായി പോകുന്നുണ്ട് കേട്ടോ, അത് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നോക്കിക്കോണേ. ഒന്ന് കൈവച്ച് രോഗി, ആ വേദന ഉള്ളവരെല്ലാം, ബാക്ക് പെയിൻ ഉള്ളവര്, ലെഗ് പെയിൻ ഉള്ളവര്, ഓവറിൽ അവിടെയൊക്കെ പെയിൻ ഉള്ളവര്, അതൊക്കെ നിങ്ങൾ കൈയെടുത്ത് വെച്ച്. ചെവിയുടെ അവിടെ കണ്ണ് കാഴ്ച കുറവുള്ള സഹോദരങ്ങളെ ഒന്ന് കൈവച്ച്. യേശു നമുക്ക് വേണ്ടി വില കൊടുത്തതല്ലേ സഹോദരങ്ങളെ. പരിഹസിക്കുന്നവർ പരിഹാസികളുടെ ഇരിപ്പിടത്ത് ഇരിക്കരുത്, നമുക്ക് അങ്ങോട്ട് പോകുകയേ വേണ്ട. ഒരു പോഷനെ പോലെ അങ്ങ് വിശ്വസിച്ച് ഒന്ന് കൈവച്ച് എന്നിട്ട് പറഞ്ഞ്, എൻ്റെ ആ സഹോദരങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്?
എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? കൽപ്പിക്കണം. രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. ഒന്ന്, സൗഖ്യമുണ്ട്, രോഗമുണ്ട്, രോഗത്തിന്റെ ദുരാത്മാവുണ്ട്, രോഗത്തിന്റെ ശക്തിയുണ്ട്. ഇതിനെല്ലാം ബന്ധിക്കുകയും അതിനെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ശ്രദ്ധിച്ചോണേ, അധികാരത്തോടെ യേശു ശുശ്രൂഷിച്ചെന്ന വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ അധികാരം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഓവർ ഓൾ ദ പവർ ഓഫ് ദ എനിമി നത്തിങ് ഷാൽ ബൈ എനി മീൻസ് ഹർട്ട് യു എന്ന് പറഞ്ഞു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. ഒന്നും ഒരിക്കലും ഒരു ദോഷവും. ഒന്ന് കൽപ്പിച്ച്. സഹോദരങ്ങളെ, ഒരു നിമിഷം. ആ വേദന, ഇപ്പൊ വേദനകൾ പറഞ്ഞ എത്ര പേരുണ്ട്? ഇപ്പൊ വേദന പറഞ്ഞവര് വേദനയുണ്ട്. ഹസ്ബൻഡിനാണെങ്കിൽ ഹസ്ബൻഡ് അടുത്തുണ്ടെങ്കിൽ കൈ എടുത്ത് വെക്കണേ. ഓക്കെ, വേദനയുള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റി. ഇപ്പൊ പറഞ്ഞ വേദനകളുള്ളവരെല്ലാം ഇതിന് കൂട്ടത്തിൽ അല്ലാതെ വെളിപ്പെടാത്ത വേദന ഉള്ളവരും കൈവച്ചോണം. വേഗത്തിൽ വേഗത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഹീലിംഗ് അനോയിന്റിങ് കൈവച്ച് ഒരു നിമിഷം കൈവച്ച് രോഗികളെല്ലാം കൈവച്ച് ഒരു സെക്കൻഡ്. ഈ സമയത്ത് എനിക്ക് ആ രോഗസൗഖ്യത്തിന്റെ കൃപാവരം ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മ്യൂട്ട് മാറ്റി ആ രോഗത്തിന്റെ മേൽ കൽപ്പിക്കാം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ രോഗമുള്ളവർ കൈ എടുത്തു വെച്ച, വേദനയുള്ളവര് രോഗമുള്ളവരെല്ലാം കൈവച്ചു. കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് റാബേലി സേറ്റലി ശഗനറബൻ ശലാബന റീകമ സേക കൽപ്പിച്ച് യേശുവേ അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുന്ന രോഗത്തോട് കൽപ്പിക്കുന്നു, രോഗശക്തിയോട് കൽപ്പിക്കുന്നു, ആ രോഗത്തിന്റെ ദുരാത്മാവോട് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങ്. ക്യാൻസറെ നീ ഇറങ്ങ്, ട്യൂമറെ നീ മാറ് യേശുവിന്റെ നാമത്തിൽ. ഫനറിയാന്തരെ ആ യേശു കർത്താവ് ഹൃദയത്തിൽ സംശയിക്കാതെ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അത് പോകും. ആ മല പോലെ നിൽക്കുന്ന രോഗങ്ങൾ പോകും. യേശു ജീവിക്കുന്നു. ഓ സൻഡല മറിയ സോകഡേരി ബാര the power of the healing. ഓ ജീസസ്, തീ കത്തട്ടെ. സേട്ടോ റൈബാവ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവേ, അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നല്ലോ. കർത്താവേ, അങ്ങയുടെ അത്ഭുത കരം എന്ന് വെളിപ്പെട്ടിരിക്കുന്നല്ലോ. യേശുവേ, അങ്ങയുടെ തിരുമുറിവിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ്, പുതിയ അവയവം യേശുവിന്റെ നാമത്തിൽ പുതിയ അവയവം. ആ വേദനയുടെ മേലേക്ക് തീ ഇറങ്ങട്ടെ. രോഗത്തിന്റെ മേലേക്ക് തീ ഇറങ്ങട്ടെ. ആ രോഗശക്തിയുടെ മേലേക്ക് തീ ഇറങ്ങട്ടെ. ജീസസ് ക്രൈസ്റ്റ് ഓ ഷൽബേരിയ ജിമഹാരി ഹീരി ഹലഫാരസിയാന്തേരി. ഹീലിംഗ് പവർ യേശുവിന്റെ നാമത്തിൽ മടങ്ങാത്ത മുട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ സൗഖ്യമാകാത്ത രോഗമില്ല. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നല്ലോപ്പാ. ആ രോഗശക്തിയെ പുറത്താക്കുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ പാപമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അതിന്റെ കാരണം ദുരാത്മാക്കളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് അനോയിന്റിങ് യേശുവിന്റെ നാമത്തിൽ. ഓ സൈറബ കൽപ്പിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുത്തത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഓ ക്യാൻസറെ നീ ചാക്. ഞങ്ങൾ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുക. ഞങ്ങൾ മരിക്കത്തില്ല. ക്യാൻസർ മരിക്കും, ഞങ്ങളും മരിക്കത്തില്ല. ജീവനോടെ ഇരുന്ന് യേശുവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കൂ. ഓ സറ്റല്ല പറയാം. അലർജികൾ സൗഖ്യമാകട്ടെ. ആ കാലിന്റെ മുടന്തുകൾ സൗഖ്യമാകട്ടെ. കാഴ്ചയില്ലായ്മ കാണട്ടെ, കേൾക്കട്ടെ, സംസാരിക്കട്ടെ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. സഹോദരങ്ങളെ വേഗത്തിൽ ചെക്ക് ചെയ്ത് പ്രൈസ് ദി ലോർഡ് ബ്രദറെ. എന്റെ മകന്
L4 L5 ഡിസ്കിന്റെ കംപ്ലൈന്റ് ആയിട്ട് അവന് കുവൈറ്റിൽ നിന്ന് പത്തനാപുരത്ത് വന്നിട്ടുണ്ട്. ഞാൻ കർണാടകയിലാണുള്ളത്. അവന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ മെഡിക്കൽ ലീവ് എടുത്താണ് വന്നേക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം മരുന്നില്ലാതെ വണ്ണം അവന്റെ ആ L4 L5 ഡിസ്ക് കർത്താവ് ക്രമം കെട്ടതിനെ ദൈവം സൗഖ്യമാക്കി എനിക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവ്. അങ്ങനെ പറയാം, സർജറി മാറും, യേശു ജീവിക്കുന്നു, കർത്താവിന്റെ സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരെ സഹോദരങ്ങളെ പെട്ടെന്ന് മ്യൂട്ട് മാറ്റിക്ക്. പ്രാർത്ഥിച്ച സഹോദരങ്ങളെല്ലാം മ്യൂട്ട് മാറ്റിക്ക്. എന്തുവാ വ്യത്യാസം അവിടെ? പെട്ടെന്ന് ചെക്ക് ചെയ്ത് പ്രാർത്ഥിച്ച സഹോദരങ്ങളെല്ലാം മ്യൂട്ട് മാറ്റിക്ക്. പ്രാർത്ഥിച്ച സഹോദരങ്ങളെ. സലി സിസ്റ്ററെ മ്യൂട്ട് സംസാരിക്കാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? അല്ല, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. സഹോദരങ്ങളെ, പ്രാർത്ഥന കൈക്കൊണ്ട സഹോദരങ്ങൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. എന്തുവാ വ്യത്യാസം അവിടെ? എന്നാ വ്യത്യാസം? മ്യൂട്ട് മാറ്റിക്കുക, വേഗത്തിൽ മ്യൂട്ട് മാറ്റിക്കുക. എന്നാ വ്യത്യാസം? ഹലോ പറഞ്ഞു. ബ്രദറെ. ബ്രദറെ, എനിക്ക് എന്റെ കണ്ണിന്നൊരു വെളിച്ചം ഇങ്ങനെ പുറത്തോട്ട് പറക്കുന്ന പോലുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആശുപത്രി കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു തിമിരത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞു. അന്നേരം അവൻ തുള്ളി മരുന്ന് തന്നു. അത് ഞാൻ ഒഴിച്ചിട്ടൊന്നും ഒരു കുറവില്ല, പക്ഷെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കണ്ണിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴത് പൂർണ്ണമായിട്ടും മാറി. എന്റെ യേശു, നിങ്ങൾ കേട്ടത് വലിയൊരു അത്ഭുതമാണ്. സഹോദരി പറഞ്ഞ കേട്ടില്ല, ഡോക്ടറെ കൊണ്ട് കാണിച്ചതാണ്, ഡോക്ടർ പറഞ്ഞതാണ് തിമിരത്തിന്റെ ആരംഭമാണെന്നാണ് പറഞ്ഞത്. സിസ്റ്റർ, ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ബ്രദറെ. അന്നേരം തുള്ളി മരുന്ന് ഒഴിച്ചിട്ടും എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. തുള്ളിമരുന്ന് ഒഴിച്ചിട്ടും ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പിന്നെ പോകുന്നതിന് എനിക്കൊരു താല്പര്യമില്ല. പിന്നെ ഈ പ്രാർത്ഥനയിൽ ഞാൻ കയറി, പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഇപ്പൊ അത് പൂർണ്ണമായിട്ട് ഇപ്പൊ ഒരു 3 വർഷമായി ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട്. ഞാൻ ഈ പ്രാർത്ഥനയിൽ വന്നിട്ട് ഒരു 2-3-4 മാസം ആയി, 3-4 മാസേ ആയുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കിപ്പോ പൂർണ്ണമായിട്ടും ആ കണ്ണിൽ നിന്നുള്ള ആ വെളിച്ചം ഇപ്പോഴില്ല. നിങ്ങൾ കേട്ട് 3 വർഷമായിട്ട് സഹോദരി ഈ ഡോക്ടറെ കൊണ്ട് കാണിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു തിമിരത്തിന്റെ ആരംഭമാണ് എന്ന് സഹോദരി പറഞ്ഞതാണ്. തുള്ളിമരുന്ന് കൊടുത്തിരുന്നു, പക്ഷെ തുള്ളിമരുന്ന് കൊടുത്തിട്ടും ആ വെളിച്ചം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് യേശു തൊട്ട് വചനം പറയുന്നു, കുരുടൻ കാണും. കണ്ടോ? ഇത് സത്യമായി പറയും, ഇത് പ്രസംഗിക്കാനുള്ളതല്ല പ്രിയർ. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ബൈബിള് പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നീ യോഹന്നാനോട് പോയി പറയാൻ യേശു പറയുന്നത്. കണ്ടോ? നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിക്കാൻ, അല്ലാതെ പ്രസംഗിക്കുന്ന എന്താണോ അത് നോട്ട് എടുത്തുകൊണ്ട് പോയി നോട്ട് എഴുതിയിട്ട് യോഹന്നാനോട് പഠിപ്പിക്കാനല്ല യേശു പറഞ്ഞത്. നീ കാണുന്നതും കേൾക്കുന്നതും പോയി പറയണം. കണ്ടോ? ഇത് കാണാനുള്ളതാ ദൈവരാജ്യം, കേൾക്കാനുള്ളതാ ദൈവരാജ്യം. സഹോദരന്റെ കണ്ണ് ദുഷ്ടന്റെ ആഗ്രഹം, ആ തിമിരം വന്ന് കാഴ്ചയില്ലാതെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കണ്ണ് കാണാത്ത വ്യക്തിയെ പോലെ ആയിത്തീരാനായിരുന്നു ദുഷ്ടന്റെ ആഗ്രഹം. പക്ഷേ കർത്താവ് തൊട്ടു, യേശു കണ്ണ് തുറന്നു. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളിലൂടെ കർത്താവിന്റെ ഹീലിംഗ് മിനിസ്ട്രി, ഇത് നിങ്ങൾ സൂമിക്കടന്ന് കറങ്ങാനല്ല, പുറത്തിറങ്ങണം. വീട് ഞാൻ പറഞ്ഞു. അടുത്തയാള് ചെക്ക് ചെയ്തേ, പെട്ടെന്ന് ചെക്ക് ചെയ്തേ. അടുത്തയാള് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നവര് എന്തോ? എന്റെ ലെഫ്റ്റ് സൈഡിലെ ഇടുപ്പിന് വേദന കുറവുണ്ട്, സൈഡിലെ ശകലം കൂടെ ഉണ്ട്. കുറവേ ഉള്ളൂ, മാറിയിട്ടില്ല. മാറി, ലെഫ്റ്റ് സൈഡിലെ മാറി, വലത്ത് സൈഡിലെ കുറച്ചുകൂടെ ഉണ്ട്. അതായത് 2 സൈഡിലും ഉണ്ടായിരുന്നു, ഇപ്പൊ ലെഫ്റ്റ് സൈഡിലെ മാറി, വല സൈഡിലെ കുറച്ചുണ്ട് അല്ലേ? ഉണ്ട്. ലെഫ്റ്റ് പൂർണ്ണമായിട്ടും മാറി. അതായത് സിസ്റ്റർക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ ലെഫ്റ്റിലും റൈറ്റിലും വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ലെഫ്റ്റിലെ പൂർണ്ണമായിട്ടും മാറി, റൈറ്റിലെ വേദന കുറച്ചും കൂടെ ഉണ്ട്. ബാക്ക് പെയിനും ഉണ്ട്, പക്ഷെ ലെഫ്റ്റിലെ ഇടുപ്പിലെ മാറി. സൗകര്യം വെയിറ്റ് ചെയ്യണം, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അടുത്തയാൾ എനിക്കൊരു പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞവർ എവിടെയാ ഉള്ളത്? നോക്കിക്കേ, എനിക്കൊരു പൂർണ്ണ സൗഖ്യം കിട്ടി എന്ന് പറയുന്ന സഹോദരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടോ? ഇവ പ്രാർത്ഥിച്ച സഹോദരങ്ങളിൽ എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? രണ്ട് പേരേ ഉള്ളൂ. എനിക്ക് 7 മാസമായി മൂക്കിനകത്ത് കുരുമാറി വരികയാണ്. പക്ഷെ പ്രാർത്ഥിച്ചപ്പോ കുറച്ചൊരു ശമനം, പക്ഷെ മുഖേ തൊടാൻ പറ്റില്ല, ആ മൂക്കിൽ കുടിയുള്ളത് കൊണ്ട്.
വേദനയ്ക്ക് കുറച്ച് ആശ്വാസം വന്നുള്ളൂ. കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട്. പോരാ തിരിച്ചു വരുന്നുണ്ട്. മറ്റാർക്കാണ് പൂർണ്ണമായ ഒരു മാറ്റം സംഭവിച്ചത്? ഇപ്പൊ പ്രാർത്ഥിച്ചതിൽ ആ വേദനയ്ക്കകത്തു നിന്നും പൂർണ്ണമായ ഒരു മാറ്റം സംഭവിച്ചത് ആരാ? അവര് മാത്രം ഒന്ന് മീട്ട് മാറ്റാവോ? അവര് മാത്രം. ആ പറഞ്ഞു. എനിക്ക് രണ്ട് കൈയുടെ വലത്തിന് വേദനയായിരുന്നേ. ആ കൈ ഇങ്ങനെ കിടക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ ഒരു കൈയുടെ വേദന മുക്കാലും തീർന്നു. പിന്നെ വലത് കൈയുടെ വേദന പകുതി കുറവുണ്ട്. കൈ ഒന്ന് പൊക്കായിരുന്നു. കുറവുള്ളവര് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരണം. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ മാറ്റം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പൂർണ്ണ സൗഖ്യം എന്റെ ശരീരത്തിൽ എനിക്കൊരു പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിച്ചതിൽ ബ്രദർ, എനിക്ക് ആ വയറിന്റെ ഇടത് ഭാഗത്തായിട്ട് വൈകിട്ട് തൊട്ട് നല്ല വേദനയായിരുന്നു. ഗ്യാസ് എന്തോ പിടിച്ചിട്ട്. അപ്പൊ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു. കേൾക്കുന്നില്ല. പറഞ്ഞു. ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ട് ആ ഭാഗത്തെ വേദന മാറി. അതുപോലെ ശരീരത്തിന്റെ ഓരോ വേദന കൊണ്ട് പറഞ്ഞ ശരീരത്തിന് നല്ലൊരു ഫ്രീ, എന്തോ ഒരു ഭാരം എന്തോ കുറഞ്ഞൊരു ഫ്രീ ആയതുപോലെ ഒരു ഫീലിങ് ശരീരത്തിലുണ്ട് ബ്രദർ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ശരീരത്തിന് എന്തൊരു ഭാരം കുറഞ്ഞു പോയതുപോലെ ഒരു ഫീലിങ്. നന്ദി കർത്താവേ. സിസ്റ്റർക്ക് വേദന ഉണ്ടായിരുന്നു വയറിന്റെ അവിടെ, ആ ഗ്യാസിന്റെ പോലെ അല്ലേ? ഇപ്പൊ അത് പൂർണ്ണമായിട്ട് മാറി അല്ലേ? അത് പൂർണ്ണമായിട്ട് മാറി. ശരീരത്തിനും എന്തോ ഒരു പെട്ടെന്നൊരു ഫ്രീ ആയതുപോലെ ഒരു ഫീലിംഗ് എന്റെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഓ ലോർഡ് ജീസസ്, കർത്താവ് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനത്തിന്റെ സൈനാണ്. കർത്താവ് അത് സൗഖ്യമാക്കിയ ബലം കൊടുത്ത കുറവയ്ക്ക് നന്ദി പറയുന്നു. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ അനേക ഇടങ്ങളിൽ യേശുവിന്റെ സാക്ഷിയായി കർത്താവ് മാറ്റുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കത് പൂർണ്ണ സൗഖ്യമായെന്ന് പറയുന്നവര്? പൂർണ്ണ സൗഖ്യം. എനിക്ക് ബ്രസ്റ്റിന്റെ താഴെ വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ഇപ്പൊ പൂർണ്ണ സൗഖ്യം വന്നു. ആമേൻ. അതായത് ഈ പ്രാർത്ഥനയുടെ മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു? വേദന ഉണ്ടായിരുന്നു. ഞാൻ കൈ വയ്ക്കുമ്പോ എന്ന് തുടങ്ങിയതായിരുന്നു ആ വേദന? ആ വേദന ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്ക് മാറും, ഇടയ്ക്ക് വരും, അങ്ങനെയായിരുന്നു. കുറെ നാളുകളായുള്ളതാ. എന്നാലും എത്ര നാളായി കാണും? ഒരു 2-3 കൊല്ലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഞാൻ ചോദിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കി. ഇത് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തി ഇതേപോലെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യേശുവിലേക്ക് വരാൻ ഒരു മുഖാന്തരമാണ്. സൗരി പറഞ്ഞ 2-3 വർഷമായിട്ടുള്ള വേദനയായിരുന്നു ബ്രസ്റ്റിന്റെ താഴെ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ സിസ്റ്ററെ വേദന ഒട്ടുമില്ല. പോയോ? പൂർണ്ണമായും മാറിയെന്നാണ് ആ സഹോദരി പറഞ്ഞത്. കർത്താവിന്റെ നാമത്തിൽ കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ എന്റെ ശരീരത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം എനിക്ക് ഉണ്ടെന്ന് പറയുന്നവര്? പൂർണ്ണ സൗഖ്യം ഉണ്ടെന്ന് പറയുന്നവര്? ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഉണ്ടോ ഇതിന്റെ അകത്ത്? ഇല്ല. ഇനി ആ പകുതി മാറ്റമുള്ളവരും മാറ്റമില്ലാത്തവരും ഇതിനകത്തുണ്ടോ? കുറച്ച് വ്യത്യാസം വന്നു. ചിലർക്ക് പൂർണ്ണ ഒരു ഭാഗത്ത് സൗഖ്യം വന്നു, ഒരു ഭാഗത്ത് സൗഖ്യം കുറവ് വന്നു. ഉണ്ടോ? ഉണ്ട്. സഹോദരങ്ങളെ, വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കുമ്പോ ശ്രദ്ധിക്കണമേ, ആ രോഗശക്തിയെ പുറത്താക്കി പ്രാർത്ഥിക്കണം. ആ രോഗത്തിന്റെ ദുരാത്മത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്ന പറഞ്ഞത്. ഇത് ഒന്നുകൂടെ കൽപ്പിച്ച അവർക്ക് ഒരു നിമിഷം വേദനയുള്ള സൗകര്യങ്ങളെ വീണ്ടും കൈ അവിടെ തന്നെ വെച്ച് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. നിങ്ങളുടെ കരത്തിലൂടെ ആ സൗഖ്യം നടക്കും. യേശു കർത്താവ് എന്ന് വിശ്വസിക്കുന്ന ആർക്കും രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും, ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും. ഇത് ദൈവരാജ്യത്തിൽ കടന്നതിന്റെ സൈനാണ്, രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളമാണ്. ഓ ലോർഡ് ജീസസ്, കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ പ്രാർത്ഥിച്ച് കൽപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ രോഗസൗഖ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്യഭാഷ പറയണ്ട. രോഗസൗഖ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉപയോഗിച്ചാണ് ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നത്.
അവിടെ നിങ്ങൾ അന്യഭാഷ പറയാം. നമ്മൾ ആൾറെഡി അന്യഭാഷ നമ്മൾ പകല് പറഞ്ഞു. നീണ്ട മണിക്കൂറുകൾ അന്യഭാഷ പറയാൻ കർത്താവ് സഹായിച്ചു. ഇനി നിങ്ങൾ വചനം കൊണ്ടാണ്. യേശു പറഞ്ഞത് ആ വചനം എന്ന വാളാണ്. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ വചനം എന്ന വാള്, വിശ്വാസം എന്ന പരിച, വചനം എന്ന വാൾ. അപ്പൊ വാള് കൊണ്ട് നമ്മൾ അതിനെ വെട്ടുക, രോഗത്തെ, ആ രോഗശക്തിനെ. അപ്പൊ സഹോദരങ്ങളെ, വചനം എന്ന വാളെന്താണ്? യേശു, സാക്ഷാൽ യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. രോഗികൾ കേട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ പറയണം, സാക്ഷാൽ യേശു. യശയ്യാവ് 53 സാക്ഷാൽ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. അത് ഏത് രോഗമാ? ആ ബാക്ക് പെയിൻ ആയിക്കോട്ടെ, ആ ലെഫ്റ്റ് എവിടെയാണ് നിങ്ങളുടെ പെയിൻ ഉള്ളത്, എവിടെയാണ് നിങ്ങളുടെ രോഗമുള്ളത്, ആ രോഗത്തിന്റെ പേരെടുത്തു പറയണം. ഇന്ന രോഗം യേശു ക്രൂശിൽ വഹിച്ചു. സാക്ഷാൽ എൻ്റെ രോഗത്തെ വഹിച്ചു. സാക്ഷാൽ എൻ്റെ വേദന ചുമന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവർ ഈ വചനം ചൊല്ലിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് പ്രാർത്ഥിച്ച്, പെട്ടെന്ന് കൽപ്പിച്ച് കൈയെടുത്ത് വെച്ച്, രോഗികളെല്ലാം കൈവച്ച് വേഗത്തിൽ വെച്ച്, ഷെലബന റിയാസ് സൊക്കേനെ എല്ലാവരും കൽപ്പിച്ച്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് കൽപ്പിക്കുക. രോഗികൾ കൈയെടുത്ത് വെച്ച് വേദനയുള്ള ഭാഗത്ത് കൈവച്ചു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ ആ രോഗസൗഖ്യത്തിന്റെ കൃപാവരം ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ കൽപ്പിച്ച് ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. In the name of Jesus Christ, healing power, ആ രോഗശക്തിയോടെ ഇറങ്ങ് യേശുവിന്റെ നാമത്തിൽ. ആ ദുരാത്മാവെ നീ ഇറങ്ങ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങ്. ഷാനാധിമന. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗശക്തിയോടെ ഇറങ്ങാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഓ, അതിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാചേ, ആ വേദന വിതച്ച് രോഗിയാക്കി കിടത്താൻ നോക്കുന്ന പിശാചേ, കിടക്കെടുത്ത് നടക്കുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Healing in the name of Jesus. The healing anointing is moving. 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 The gift of healing is moving. The power of the healing is moving. Shakala Sima. ക്രൂശിന്റെ ശക്തി. കർത്താവിന്റെ ജീവൻ വ്യാപരിക്കുക പ്രിയരെ. കർത്താവിന്റെ ജീവൻ ആ വേദനയുടെ മേൽ വ്യാപരിക്കുക. എന്റെ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്തല്ലപ്പാ. ക്രൂശിലോട്ട് നോക്കിക്കേ യേശുവേ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ക്രൂശിൽ വഹിച്ചല്ലപ്പാ. അങ്ങേറ്റ ഓരോ മുറിവും എന്റെ ആരോഗ്യമാണ്, എന്റെ സൗഖ്യമാണ്, എന്റെ ബലമാണ്, എന്റെ ശക്തിയാണ്. യേശുവേ കർത്താവേ, ഞങ്ങളുടെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം ആരോഗ്യം വന്നിരിക്കുന്നു. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സഹോദരങ്ങളെ, പെട്ടെന്ന് ചെക്ക് ചെയ്ത് ആ വേദന കുറവുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊന്ന് ചെക്ക് ചെയ്തേ. നേരത്തെ ഷോൾഡറിന്റെ പെയിൻ ഒരു മിനിറ്റ് സൗരി പറഞ്ഞേ. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. ഷോൾഡറിനും കൈക്കും ഭയങ്കര വേദനയായിരുന്നു. 2% വേദനയുള്ളൂ. ആ നീര് പറ്റിപ്പോയി, ചോപ്പ് കളറും പോയി. ഓ, നിങ്ങൾ കേട്ടെ, നീരും പറ്റിപ്പോയി, അവിടെ ചുമന്ന് കിടക്കുമായിരുന്നു അല്ലേ? ചോപ്പായിരുന്നു. അത് എനിക്ക് ന്യൂമോണിയ വന്നില്ലേ? ന്യൂമോണിയ വന്ന ശേഷം ഈ ഷുഗർ നോർമൽ ആയിരുന്നാണ്. അപ്പൊ ആ ഷുഗറിന്റെ ഗുളിക കഴിച്ചു, ഞരമ്പിന്റെയും കൊളസ്ട്രോളിന്റെയും ഒക്കെ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചൂട് കൊണ്ടാണ് തോന്നുന്നു. ഞാൻ 7 മാസമായി ഞാൻ ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റ്, മരുന്നേ ഞാൻ കഴിക്കുന്നില്ല. അതെന്തായിരുന്നു ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്തൊക്കെയാ അവിടെ മാറിയത്? എന്തൊക്കെയാ ഇപ്പൊ പറ്റിയത്? ചോപ്പ് കളർ പോയി, ദേഹത്ത് ചുമന്ന കളർ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു? ചോപ്പ് കളറായിരുന്നു. അങ്ങനെ വീക്കുമായിരുന്നു. നീരോ? മോൾ ഭാഗം നീർക്കെട്ടായിരുന്നു. അപ്പൊ നീർക്കെട്ടും പോയി, ചോപ്പ് കളറും പോയി. നിങ്ങൾ കണ്ടേ, ഇത് അത്ഭുതത്തിന്റെ സൗഖ്യമാണ്. നിങ്ങൾ നോക്കിക്കേ, അവിടെ ചുമന്ന് തടിച്ചു കിടക്കുമായിരുന്നു, നീരുണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ രണ്ടും നീര്, നമുക്കറിയാം നീരൊന്നും പെട്ടെന്ന് വറ്റിപ്പോകുന്നതല്ല അല്ലേ?
ഇന്ന് സഹോദരി പറ 7 മാസമായിട്ട് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു, ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് സംഭവിച്ചതാണ്. ഇപ്പൊ സഹോദരി പറയുകയാണത് കർത്താവ് തൊട്ടു, ദൈവത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെട്ടു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. അടുത്തയാള് വേഗത ചെക്ക് ചെയ്ത്. അടുത്തയാള് ഇപ്പം ശരീരത്തിന്റെ അകത്ത് ബ്രദർ നേരത്തെ 80% മാറി എന്ന് പറഞ്ഞാൽ ഷോൾഡറിനും കഴുത്തിന്റെ വേദന വന്നിട്ട് ഷോൾഡറിലും കയ്യിലോട്ടും വേദനയായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ട് മാറി. തേയ്മാനമായിരുന്നു. നേരത്തെ പണ്ട് എക്സ്റേ എടുത്തപ്പോ ഇങ്ങനെ തേയ്മാനമായിരുന്നെന്ന് പറഞ്ഞായിരുന്നു. മുട്ടിനും എല്ലാം തേയ്മാനം ഉണ്ടത് ഷോൾഡറിന്. ഇപ്പൊ ആ വേദന 80% എന്നുള്ളത് ഇപ്പം പൂർണ്ണമായിട്ട് മാറി. നിങ്ങൾ കേട്ട ഇത് അത്ഭുതം. എത്ര നാള് മുമ്പ് പറഞ്ഞതാ തേയ്മാനം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാ? തേയ്മാനം 7-10 വർഷത്തിന് മുമ്പേ പറഞ്ഞതാ. ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇതിന്റെ എക്സ്റേ ഉണ്ടോ? എക്സ്റേ പോയി. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ തേയ്മാനം ആ കഴുത്തിനും മുട്ടിനും ഷോൾഡറിനും 3 ഭാഗത്തെ തേയ്മാനമാണെന്ന് അന്ന് എക്സ്റേ എടുത്തപ്പം പറഞ്ഞു. 10 വർഷം മുമ്പ്. നാട്ടിൽ എവിടെയാ? ട്രിവാൻഡ്രത്ത്. അടുത്ത മീറ്റിംഗ് നമുക്ക് കാണണം കേട്ടോ. സാക്ഷ്യം വന്ന് പറയണം. നിങ്ങൾ കേട്ടെ, 10 വർഷമായിട്ടുണ്ടായിരുന്ന രോഗമായിരുന്നു, തേയ്മാനമാണെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പകുതി വ്യത്യാസം വന്ന് പൂർണ്ണമായിട്ട് മാറിയില്ല. രണ്ടാമത് അതിന്റെ മേൽ കൽപ്പിച്ചു ജയമെടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പൊ സൗകര്യ പറയാണ് തേയ്മാനം. അതേ എടുത്ത് പറയുന്നത് തേയ്മാനം ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു മെഡിക്കൽ സയൻസിനും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. തേഞ്ഞാൽ പിന്നെ തേഞ്ഞതാണ്. അസ്ഥി തേഞ്ഞാൽ പിന്നെ അതൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സൗകര്യ സിസ്റ്റർ ഒട്ടും വേദനയില്ല. ഒന്ന് പറഞ്ഞേ. പോയാള് സൗകര്യം കേൾക്കുന്നുണ്ട്? ഇപ്പൊ പറഞ്ഞ ആള് ഇപ്പൊ പിന്നെ മറ്റേ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ എനിക്ക് വേദനയില്ല ബ്രദർ. ഓ എന്റെ യേശു, നിങ്ങൾ കേട്ടെ കർത്താവെ, തേയ്മാനമൊക്കെ ഞാൻ ഇപ്പോഴും വീണ്ടും പറയുക, ഇന്ന് കർത്താവിന്റെ നാമത്തിൽ സഹോദരങ്ങൾ, ഇനി ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും പരിഹസിച്ചാലും യേശു ജീവിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയുമുണ്ട്. ഇത് ജീവനുള്ള ദൈവമാണ്. ഇത് ജീവനുള്ള കർത്താവാ. നിങ്ങൾ രോഗിയായി മരിക്കുന്നതല്ല ദൈവത്തിന്റെ പ്ലാൻ. ജീവനോടെ ഇരുന്ന് ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന വചനം പറഞ്ഞേക്കുന്നത്. ഗോഡ് ബ്ലെസ് യു സഹോദരി. ഇത് പോലെ കേട്ടോ, പുറത്തിറങ്ങി ഇതേപോലെയുള്ള അനേക രോഗികളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മേൽ കൈവച്ച് അവരെ എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞു കേട്ടോ. ഇതാണ് സുവിശേഷം. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പെട്ടെന്ന് പറഞ്ഞു ചെക്ക് ചെയ്ത് നിങ്ങള്. എന്തോ എന്റെ കൈക്ക് ഇടത്തെ കൈക്ക് ഭയങ്കര വേദനയെന്ന് പറഞ്ഞാ എനിക്ക് മുമ്പോട്ട് എടുക്കാൻ വയ്യ, പുറകോട്ട് എടുക്കാൻ വയ്യ, ഒന്ന് അനങ്ങാൻ ഒരു ചെറിയ കാറ്റ് പോലും കൊള്ളാനൊക്കത്തില്ല, അത്ര വേദനയായിരുന്നു. എനിക്ക് ഡ്രസ്സ് പോലും മാറാൻ പറ്റത്തില്ലായിരുന്നു, കൈ ഒട്ടും അനക്കാൻ പറ്റത്തില്ലായിരുന്നു. മോള് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോ ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ വേദനയ്ക്ക് ഒരു കുറവും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഇതുപോലെ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദിവസവും ഇങ്ങനെ പറയുമായിരുന്നു, കൂടെ പറയുമായിരുന്നു. ഇപ്പൊ എനിക്ക് ആ കൈക്ക് വേദന മാറി, ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ ഡ്രസ് മാറുമ്പോഴൊന്നും വേദന, കൈയൊക്കെ ഉയർത്താൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഉയർത്താനും പറ്റും, താക്കാനും പറ്റും, മുമ്പോട്ടും പുറകോട്ടും എല്ലാം എടുക്കാം. എന്റെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വയ്യായിരുന്നു. ആമേൻ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. നിങ്ങൾ സൗഖ്യമായവര് വീഡിയോ ഓൺ ആക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ഓണാക്കി ഞങ്ങളെ ഒന്ന് കൈ ഉയർത്തുന്നൊക്കെ ഒന്ന് കാണിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഇത് കാണുന്നതന്നെ ഒരു അനുഗ്രഹമാണ്. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്ത് അവർ പറഞ്ഞിട്ടില്ല, കൈ ഉയർത്താനോ കൈ താക്കാനോ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് മോള് കാണിച്ചതാണ്. ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ വേദന, ഡ്രസ്സ് മാറാൻ പോലും പറ്റാത്ത രീതിയിൽ വേദനയായിരുന്നു പറഞ്ഞത്. ഇപ്പൊ ആന്റി പറയുകയാണ് ഇപ്പൊ ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. നന്ദി യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാൾ സഹോദരങ്ങൾ, ഞാനതാ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ ഈ സമയത്ത് കൃപാവരം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഞാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞില്ലേ, നിങ്ങളിലൂടെ ഈ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുക. അടുത്തയാൾ ചെക്ക് ചെയ്തേ, പെട്ടെന്ന് ചെക്ക് ചെയ്തേ. പറഞ്ഞു. എന്തോ എന്തോ എന്റെ റൈറ്റ് സൈഡിലും വേദനയ്ക്ക് കുറവുണ്ട്. എന്റെ റൈറ്റ് സൈഡിലെ വേദനയ്ക്കും കുറവുണ്ട്. നേരത്തെ എന്നാ പറഞ്ഞത് സിസ്റ്റർ? ആദ്യം ലെഫ്റ്റും റൈറ്റും ഉണ്ടായിരുന്നു, ഇപ്പൊ രണ്ടിടത്തേലും പൂർണ്ണമായിട്ടും മാറി. നിങ്ങൾ കേട്ടെ, കുറച്ചു മുമ്പേ സൗകര്യം പറഞ്ഞതാണ്, ലെഫ്റ്റില് സൗഖ്യം നടന്നു, റൈറ്റില് മാറ്റമില്ലായിരുന്നു. വീണ്ടും നമ്മൾ അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 2 കൈയും സൗഖ്യമായി. ആയോ?
ഉറക്കെ പറ, അത് കേൾക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത്. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കുന്ന കാര്യം. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പ്രിയരെ, ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ രോഗിയായി തീരാൻ വേണ്ടി അല്ല കേട്ടോ. യേശു ക്രൂശിൽ മരിച്ചത് ഞാൻ എപ്പോഴും പറഞ്ഞ, കർത്താവിന്റെ ക്രൂശിലെ മുറിവിലേക്ക് നോക്കണം. നിങ്ങൾ ബ്രദറിനെ നോക്കണ്ട, നിങ്ങൾ ആരെയും നോക്കണ്ട. കർത്താവ് ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റത് നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾ രോഗിയാകാനല്ല, നിങ്ങൾ ആരോഗ്യം ഉണ്ടാകാനാണ്. പിശാചിന്റെ ആഗ്രഹം നിങ്ങൾ ഈ വേദനയും വെച്ചുകൊണ്ട് കർത്താവെ കർത്താവ് വിളിക്കുന്നതല്ല. അവന് സന്തോഷിക്കുക പ്രിയരെ, കൽപ്പിക്കുക. അടുത്തയാള് പെട്ടെന്ന് വേഗത്തിൽ മ്യൂട്ട് മാറ്റിക്കുക. ഒരു പൂർണ്ണ സൗഖ്യം എന്റെ മേൽ. പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഷോൾഡർ പെയിൻ, എൽബോ തേയ്മാനം ഉണ്ടായിരുന്നു. അന്നേരം അത് വിടുതലുണ്ടായിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചപ്പോ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു വേദന മാറിയെന്ന് പറഞ്ഞു. പിന്നെ ഇടുപ്പിന് വേദന ഉണ്ടായിരുന്നു, അത് മാറി. ഇടയ്ക്ക് എന്റെ വേദനയും മാറി. അത് വലിയ അത്ഭുതം. നിങ്ങൾ കേട്ടെ, ഹസ്ബൻഡ് എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുറെ നാളായി ആശുപത്രി കാണിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എത്ര നാളായിട്ട്? ഇപ്പൊ ആണെങ്കിൽ 1 വർഷത്തിന് മേലായി. നിങ്ങൾ കേട്ടെ, 1 വർഷത്തിനായിട്ട് ഹസ്ബൻഡിന് കൈക്ക് എൽബോയ്ക്ക് വേദന അല്ലേ? എൽബോയ്ക്ക് വേദന ഉണ്ടായിരുന്നു, നടുവിന് കൈക്ക് വേദന ഉണ്ടായിരുന്നു. സിസ്റ്റർ ഇപ്പം ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം സഹോദരിയുടെ മേലും വേദന ഉണ്ടായിരുന്നു, രണ്ടും മാറി. ഇത് വലിയൊരു അത്ഭുതമാണ്. രോഗമുള്ള ആ സഹോദരിക്ക് വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഹസ്ബൻഡിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ആ 2 പേരെയും സൗഖ്യമാക്കിയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. തേയ്മാനം, ഞാൻ എപ്പോഴും പറയാണ്, തേയ്മാനം എല്ലാം ഉള്ളത് റീസ്റ്റോർ നടക്കാത്ത, ഒരിക്കലും ഒരു മെഡിക്കൽ സയൻസിനോ മരുന്നിനോ പെയിൻ കില്ലർ തരാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനെ തിരിച്ച് പഴയ പോലെ ആക്കാൻ യേശുവിന് മാത്രമേ കാര്യം. ഇത് സൃഷ്ടാവായ ദൈവമാണ്. നിങ്ങളുടെ അസ്ഥികളെ നിർമ്മിച്ച, നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ നിർമ്മിച്ച, സൗകര്യം പറഞ്ഞ പോലെ നീര് വറ്റിപ്പോയെങ്കിൽ യേശു ജീവിക്കുന്നു പ്രിയരെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തയാൾ പെട്ടെന്ന് ചെക്ക് ചെയ്തേ, പെട്ടെന്ന്. ഓക്കെ, എൽബോ പെയിൻ മാറി എന്ന് പറഞ്ഞത് ആരാ? ഓക്കെ, കമന്റ് ചെയ്യുന്നവരെ സഹോദരങ്ങളെ, നിങ്ങൾ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന വീട്ടിൽ സാഹചര്യം ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറയുക, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സ്വാതന്ത്ര്യം ഉള്ളവര്. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പ്രൈസ് ലോർഡ്. പറഞ്ഞു സിസ്റ്റർ. എന്റെ ഇടത്തെ ഷോൾഡറിന് വേദനയായിരുന്നേ. ഇപ്പൊ നല്ല വേദനയേ ഇല്ല. എത്ര നാളായിട്ട് വേദന ഉണ്ടായിരുന്നു? 1.5 വർഷമായിട്ട് തുടങ്ങിയിട്ട് അത് വേദന. 1.5 വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ, ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം എന്നാ സംഭവിച്ചത്? ഇപ്പൊ വേദനയില്ല, കൈ നന്നായിട്ട് പൊക്ക കൈ. കണ്ടോ? വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത് വീടിന്റെ അകത്ത്? അതെ. ഓൺ ആക്കാൻ പറ്റുമോ? ആന്റി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ? കൈ പൊക്കുന്നത് കണ്ടോ? നിങ്ങൾ കണ്ടോ? യേശുവേ, ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി. 1.5 വർഷമായിട്ട് കൈ ഉയർത്താൻ പറ്റാത്ത ആളാണ് ഇപ്പൊ കൈ ഉയർത്തി കാണിക്കുന്നത്. ഷോൾഡറിനായിരുന്നു പെയിൻ, അവിടെയായിരുന്നു പെയിൻ. ഇപ്പൊ ഒട്ടും വേദനയില്ല. യേശുവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ഗോഡ് ബ്ലസ്. ഇതുപോലെ നിങ്ങൾ സഹോദരങ്ങളെ കാണിക്കുക കേട്ടോ. ഞാൻ വേറൊന്നുമല്ല, നിങ്ങൾ എനിക്ക് വീഡിയോ ഓഫാക്കിയാലും ഓഫാക്കിയില്ലാലും നമ്മൾ ആരെയും ബോധിപ്പിക്കണമെങ്കിലും കാണുന്ന ആൾക്കാർക്ക്, ഈ ദിവസങ്ങളിൽ പല ആൾക്കാർക്ക് സംശയമാണ്, ഇതെല്ലാം സത്യമാണോ, ഇതെല്ലാം സത്യമാണെന്ന് സംശയിക്കുന്നവർക്ക് ഒരു മറുപടിയാണ്. നമുക്ക് ആരും തെളിയിക്കാൻ പോകണ്ട, സൗഖ്യം ദൈവം തരുന്നതാണ്. ബാക്കി എല്ലാവരും. റൂബി സിസ്റ്ററെ, എന്റെ വിരളിന് വേദന ഉണ്ടായിരുന്നു, അതിപ്പം മാറി ബ്രദറെ. ഇപ്പൊ സിസ്റ്റർക്ക് മടക്കാൻ പറ്റുന്നുണ്ടോ? മടക്കാൻ പറ്റും. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന സാഹചര്യമാണോ സിസ്റ്ററെ? എനിക്കതിനെ പറ്റി അറിയില്ല ബ്രദറെ. എന്നാ സാരമില്ല. സിസ്റ്റർക്ക് എത്ര നാളായിട്ടാ വിരല് മടങ്ങിയിരിക്കുമായിരുന്നു? വിരലിന് ഭയങ്കര വേദനയായിരുന്നു, കൊളുത്തി പിടിക്കുക. എത്ര നാളായിട്ടാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഒരു 3-4 വർഷം കൊണ്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടെ, 3-4 വർഷമായിട്ട് വിരലുകൾക്കകത്ത്. ഡോക്ടറെ കാണിച്ചതായിരുന്നോ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുക ചെയ്യത്തുള്ളായിരുന്നു, ഡോക്ടറെ കാണിച്ചിട്ടില്ല. എനിക്ക് ഈ തേയ്മാനമൊക്കെ ഉണ്ട്, ഞാൻ അതിന് ഗുളികയൊക്കെ കഴിക്കുമായിരുന്നു, കാൽസ്യത്തിന്റെ. അത്രേ ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. ഇല്ല, ഈ വിരലിനെ കാണിച്ചിട്ടേ ഇല്ല. ഇല്ല. 3 വർഷമായിട്ട് ഇത് മടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം സഹോദരങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം എന്നാ സംഭവിച്ചത്? ഇപ്പം കിടക്കാൻ പറ്റുന്നുണ്ട്.
മടക്കാൻ പറ്റുന്നുണ്ട്. ഓ എന്റെ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുവാണ്, നിങ്ങൾ പുറപ്പെട്ട് അനേക ഭവനങ്ങളിൽ ചെന്ന് അവിടെ രോഗികളെ സൗഖ്യമാക്കി നിത്യജീവന്റെ വചനങ്ങളെ അവർ കൊടുക്കുക. അവർ ഓരോ ദിവസവും, അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ദൈവരാജ്യം, മത്തായി 10 പറഞ്ഞ ദൈവരാജ്യം പ്രസംഗിപ്പാനും. അടുത്തത് എന്തുവാ? മത്തായി 10 പറഞ്ഞേ. ദൈവരാജ്യം പ്രസംഗിപ്പാനും. അടുത്തത് കണ്ടോ, മത്തായി 10 യേശു പറഞ്ഞു ദൈവരാജ്യം പ്രസംഗിപ്പാനും, രോഗികളെ സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, കുഷ്ഠരോഗീനെ ശുദ്ധനാക്കുവാനും, മരിച്ചതിനെ ഉയർപ്പിക്കുവാനും ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇപ്പൊ നമ്മുടെ ലോകത്തിൽ പ്രസംഗം മാത്രമേ ഉള്ളൂ. കാര്യം എന്നാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് ആരും പോകുന്നില്ല. നിങ്ങളുടെ പ്രസംഗമല്ല ജനത്തെ പിടിക്കുന്നത്, പകരം പരിശുദ്ധാത്മാവ് ആ പ്രസംഗിക്കുന്നതിനെ ഉറപ്പിക്കും. ഞാൻ ഇത്ര നേരം വചനം പറഞ്ഞിട്ട് നിങ്ങളോട് ഇത് ചെയ്യുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ അനുവദിക്കാതിരിക്കുകയാണ് പ്രിയരെ. കാര്യം പരിശുദ്ധാത്മാവിനെ ആ വചനത്തെ ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ കേട്ട വചനങ്ങളെ ദൈവത്തിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ അവസരം കൊടുക്കണം. ധൈര്യത്തോടെ മുമ്പോട്ട് ചെല്ലുക. യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യും, ബന്ധനങ്ങളെ അഴിക്കും. ഈ സമയത്ത് എനിക്കൊരു പൂർണ്ണ സൗഖ്യം ഉണ്ടെന്ന് പറയുന്ന ഒരു വേഗത്തിൽ മ്യൂട്ട് മാറ്റാവോ? മാസ്റ്റർ, എന്റെ തലയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. ഈ കണ്ണിന് ഈ ബ്ലീഡിങ് വന്നിട്ട് കണ്ണിന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് തലയ്ക്ക് വല്ലാത്ത വേദനയായിരുന്നു. വല്ലാതെ ഭാരപ്പെട്ടാണ് പ്രയറിനിരുന്നത്. പക്ഷെ എനിക്ക് പ്രയർ കഴിഞ്ഞപ്പോ നല്ല ആശ്വാസമുണ്ട് തലയ്ക്ക്. കണ്ണിന് എന്നാ പറ്റിയ ബ്ലീഡിങ് വരുന്നത്? കണ്ണിന് അത് ഷുഗർ കൂടിയിട്ടാണ്. ഓ, ഷുഗർ കൂടിയിട്ട് കണ്ണിൽ നിന്ന് ബ്ലീഡിങ് വന്നോണ്ടിരിക്കുവായിരുന്നു. വന്നായിരുന്നു, അതിന് ട്രീറ്റ്മെന്റ് എടുത്തു. തലയ്ക്കകത്ത് ഭയങ്കര വേദനയാണ്. തലയ്ക്കകത്ത് ഞരമ്പെല്ലാം കൂടെ ഇളകുന്ന പോലെ വല്ലാത്ത വേദനയായിരുന്നു. പ്രയർ കഴിഞ്ഞ് എനിക്ക് നല്ല ആശ്വാസമുണ്ട്. അതിന് ഇപ്പൊ വേദനയ്ക്ക് മാറ്റം ഉണ്ടെന്നാണോ ആശ്വാസം ഉണ്ടെന്നാണോ? മാറ്റമുണ്ട്. അതെടുത്ത് പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മളൊരു സാക്ഷിയെ യേശുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നത്. അങ്ങനെ ബൈബിൾ പറയുന്നത്, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ. ഒപ്പം നിങ്ങളെ പോലെ തന്നെ, സൗകര്യ പോലെ തന്നെ ഷുഗർ കൂടി കണ്ണിൽ നിന്ന് ബ്ലഡ് വന്ന് പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്? അതല്ലല്ലോ വേണ്ടത്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണം, സൗഖ്യം ലഭിച്ചവര് സൗഖ്യമായെന്ന് തന്നെ പറയണം. കാര്യം അവർക്ക് യേശുവിലേക്ക് വരാൻ ഒരു അവസരമാണിത്. ഇതെനിക്കറിയാം, ഇത് അനേകര് കാണുന്നുണ്ട്. അനേകര് ലൈവ് സ്ട്രീമിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെ സഹോദരങ്ങൾ ഇത് ഷെയർ ചെയ്യണം. ലൈവ് സ്ട്രീമിൽ കാണുന്നവർ അനേകർക്ക് ഇത് കൊടുക്കുക. അനേകരിലേക്ക് ഇത് എത്തട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ വേഗത്തിൽ? ബ്രദറെ, ഇന്നലത്തെ മെസ്സേജ് ഒന്ന് ഇട്ട് തരുവോ? ഇന്നലെ മെസ്സേജ് അപ്ലോഡ് ആയിട്ടില്ലായിരുന്നോ? ഇല്ല. ഓക്കെ ഓക്കെ, അപ്ലോഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ തിരക്കിലായി പോസ്റ്റ്. ലേഡീസ് മീറ്റിംഗും കിട്ടിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചത്തെ. ലേഡീസ് മീറ്റിംഗ്, അത് വുമൺസ് മീറ്റിംഗ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്. ഇന്ത്യൻ സമയം 6:30 മീറ്റിംഗ്. നാളെ നമുക്ക് സൂം പ്രെയർ, വൈകിട്ടത്തെ സൂം പ്രെയർ ഇല്ല. നമുക്ക് വിമൻസ് മീറ്റിംഗ് ആണ് ഉള്ളത്. നമുക്കത് മാത്രമല്ല, സഹോദരന്മാർ ഒരു മീറ്റിംഗ് ക്രമീകരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെപ്പറ്റി ഒരു വിമർശനത്തെ ഞാൻ കണ്ടായിരുന്നു. ഈ എന്നെപ്പറ്റി ഒരു പേജിൽ ഞാനൊരു വിമർശനം കണ്ടു. അപ്പം അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ഈ നമ്മളെ തെറ്റായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾ ഈ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷിയൊക്കെ പറയുമ്പോൾ അതൊക്കെ തട്ടിപ്പാന്ന് പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ പേരും എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടാണത് അതിൻ്റെ തിരിക്കുന്നത്. അപ്പം അവർ പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് ലിങ്കും പറയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ ആ കൂട്ടരും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു കമൻറ്റ് പറയുന്നുണ്ട്, ഈ കൂടെയുള്ള സഹോദരിമാർ കുറേ സ്ത്രീകളാണ് ബ്രദർ ആ പുള്ളിയുടെ കൂട്ടായ്മയിലുള്ളതെന്നും, രോഗസൗഖ്യമൊക്കെ ബ്രദർ എന്തോ ബാഗിൻ്റെ അകത്ത് എന്തോ തിരികെ വെച്ചുകൊണ്ട് വന്നിട്ട് ഇവരെല്ലാം എന്താ പറയുന്നത് പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞത്. അല്ല സിസ്റ്ററെ, ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ സഹോദരന്മാർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ സഹോദരന്മാർ ഉണ്ടെന്ന് ഒന്നിലേലും കാണുന്നവർക്കെങ്കിലും മനസ്സിലാവും. സഹോദരന്മാർ ഒത്തിരി പേരുണ്ട്. എനിക്കറിയാം, ഒത്തിരി ആഗ്രഹമുള്ള സഹോദരിമാരും ഉണ്ട്, സഹോദരന്മാരും ഉണ്ട്. അതിപ്പം ദൈവം നമുക്ക് തരുന്നതല്ലേ. ഇപ്പം നമുക്കിപ്പം ഞാൻ പറയുക, കർത്താവ് എനിക്കിപ്പം സഹോദരന്മാർ വേണ്ട, സഹോദരന്മാർ മതിയെന്ന് പറയാൻ പറ്റുമോ? ദൈവം തരുന്നതല്ലേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവ് ആകർഷിക്കുന്നതല്ല എൻ്റെ അടുക്കിലേക്ക് വരും, പിതാവ് അയക്കുന്നതല്ല എൻ്റെ അടുക്കിലേക്ക് വരും, എൻ്റെ അടുക്കൽ വരുന്നത് ഞാൻ കൈവിടത്തില്ല. അപ്പോൾ ചിലപ്പോൾ കർത്താവ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളെ അയക്കുന്നെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നോ പറഞ്ഞൊരു കാര്യമില്ലല്ലോ.
അപ്പം അതുകൊണ്ട് സഹോദരന്മാരുടെ ഒരു മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. അത് ഞാൻ ഡേറ്റ് പറയാം. വരുന്ന ഒരു 1.5 ആഴ്ചക്കുള്ളിൽ എന്നൊന്ന് ഓർപ്പിക്കണം. വരുന്ന ദിവസം ഞാൻ ഡേറ്റ് പറയുന്നതായിരിക്കും. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ ഒന്ന് ബലപ്പെടുത്തണം. അവരെ കർത്താവിൽ കൂടുതൽ സഹോദരിമാരിപ്പം എല്ലാവരും വുമൺസ് മീറ്റിങ്ങിൽ അല്ലാതൊക്കെ ബലപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കും ഒരു ബലം വേണം. അതുപോലെ മാത്രമല്ല, എൻ്റെ ഉള്ളത്തിൽ അന്യഭാഷ പ്രാർത്ഥിച്ചപ്പം നമ്മുടെ പ്രയർ സ്റ്റേഷൻ അതെല്ലാം ഇനി റൗണ്ട് ചെയ്ത് വരണം. കാലാവസ്ഥ നമുക്കറിയാം, മഴയൊക്കെ മാറും, വെള്ളപ്പൊക്കമൊക്കെ താന്നു പോവും. എല്ലാ പ്രയർ സ്റ്റേഷൻ നമുക്ക് എല്ലാ മാസവും ഇനി ആക്റ്റീവ് ആക്കണം. കാര്യം അനേക ജാതികൾ യേശുവിലേക്ക് വരുവാനുള്ള ഷെൽട്ടറാണ് പ്രയർ സ്റ്റേഷൻ. ലോകമെമ്പാടും പല രാജ്യങ്ങളിലുള്ളവർ 2 പേരെ ഉള്ളെങ്കിൽ മതിയെന്നേ. ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ ഓൺലൈനിൽ വരിക. അതിപ്പം ഒരു പ്രശ്നവുമില്ല. പല രാജ്യങ്ങളിലും അതിൻ്റെ വിത്ത് വിതരണം നമ്മൾ ദൈവം അനേകരെ തൊടുവാൻ നിങ്ങളിലൂടെ ഇപ്പം നിങ്ങൾ കണ്ടില്ല. ഇപ്പം നിങ്ങളിലൂടെ കർത്താവ് രോഗസൗഖ്യം ചെയ്തത് കണ്ടോ? സൗകര്യം പറഞ്ഞില്ല, 18ഉം 20ഉം വർഷമായിട്ടുള്ള ആ രോഗബന്ധനങ്ങൾ അവർ അഴിഞ്ഞു മാറിയത് കണ്ടോ? അപ്പൊ ഇതേപോലെ നിങ്ങൾ പല ഇടങ്ങളിലും പല രാജ്യങ്ങളിലും ഇതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് പേരിടുന്നത്. ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നാണ് നമ്മുടെ മിനിസ്ട്രിയുടെ പേര്. ഒന്ന് പറഞ്ഞേ, ട്രൂ ലൈറ്റ് ഞാൻ ഒരു സമയത്ത് ഞാൻ ഈ പേരിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു. പേരിലൊന്നും വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ പണ്ട് നമ്മളൊരു ഗുഡ് ഷെപ്പേർഡ് എന്നൊരു പേരായിരുന്നു നമുക്ക് ആദ്യം ചുമ്മാ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അങ്ങ് ഇട്ടതാ. പേര് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. ഒരു ദിവസം അപ്പം അനുസൂസിനോട് പറഞ്ഞു, ബ്രദറെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് ഒരു നിയോഗമുണ്ട്. എല്ലാ ദർശനത്തിനും ഒരു പേരുണ്ട്. ദൈവം പേര് ചൊല്ലി വിളിക്കുന്ന ആളാണ്. നമുക്കറിയാം, ഓരോ പേരിനും അർത്ഥങ്ങൾ ബൈബിളിലുണ്ട്. എല്ലാ പേരിനും ബൈബിളിൽ അർത്ഥങ്ങളുണ്ട്. എല്ലാത്തിനും ദൈവം ഒരു പേരുണ്ട്. അത് നമുക്കറിയാം, ബൈബിളിൽ ഓരോ സ്ഥലങ്ങളിലും നമുക്കറിയാം പേരുകളുണ്ട്. എല്ലാത്തിനും ദൈവത്തിൻ്റെ പേരിൻ്റെ അകത്തൊരു മർമ്മമുണ്ട്. അപ്പം അങ്ങനെ അനുസൂസിനോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്താണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. മിനിസ്ട്രി ഇങ്ങനെ ഇടാൻ പറഞ്ഞു, ട്രൂ ലൈറ്റ് ജനറേഷൻ. ഞാൻ അനേക ജനറേഷനെ എണീപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 2012 ആ പേര് ഇടുന്നതും. അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ആളുകളോ ഇന്ന് കാണുന്ന പോലെ ഒന്നും നമുക്കില്ല. പക്ഷെ അന്ന് ഇട്ടപ്പം ദൈവം ഇന്ന് നിങ്ങളെല്ലാം കണ്ടത് എപ്പം മനസ്സിലായി? നിങ്ങളിലൂടെ ഒരു ജനറേഷൻ പുറത്തു വരുന്നുണ്ടോ? നിങ്ങളിലൂടെ അനേകരെ കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ എനിക്കറിയാം സഹോദരന്മാരുടെ മീറ്റിംഗ് നമുക്കൊരു സമയം എടുക്കുമായിരിക്കും. നിങ്ങൾ എല്ലാവർക്കും വുമൺസ് മീറ്റിംഗ് നമുക്ക് എല്ലാ മാസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് സഹോദരന്മാരുടെ മീറ്റിംഗ് സമയം എടുക്കും. ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് ടൈം വേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് അത് നമുക്ക് അറിയിക്കുന്നതായിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നാ പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, 2 ദിവസം മുമ്പേ ബ്രദർ ഒരു പ്രൊഫസി പറഞ്ഞായിരുന്നേ. അപ്പൊ അതെന്റെ മോൾ അത് ഏറ്റെടുത്തു. ഏറ്റെടുത്തപ്പം പറഞ്ഞു, തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മമ്മിയോട് ചോദിക്കണം, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നോന്ന്. ഞാൻ അന്നേരം ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് അതിനു മുമ്പേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എല്ലാവരുടെയും വീട്ടിൽ നിഖിൽ ബ്രദറെ വിടുന്നുണ്ട്, എന്റെ ഭവനത്തിൽ എന്താ വിടാത്തതെന്ന്. അത് ചോദിച്ചുകൊണ്ടിരുന്ന പച്ചാ ഞാൻ ഇത് പ്രാർത്ഥിച്ച അപ്പോഴാ ബ്രദറിന്റെ ഈ എന്റെ ഭവനത്തിൽ നിൽക്കുന്ന ആ കൊച്ചു മിനി ബേഡ്സിനെ കാണുന്നതായിട്ട് പറഞ്ഞത്. ആമേൻ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ ഭവനത്തിലേക്കും കർത്താവിൻ്റെ നാമത്തിൽ അഭിഷക്തന്മാരെ ആത്മാവിൽ അയക്കണമെന്ന് സൗരി പറഞ്ഞതുപോലെ തന്നെ ദൈവ പ്രാർത്ഥന കേട്ടു. കർത്താവ് ആ കാര്യത്തെ തൊട്ടു. ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഞാനത് എൻ്റെ മനസ്സിലങ്ങ് വന്നതാണ്. ഇപ്പം ഞാനത് പറയാൻ കാരണം, ഇപ്പം പലപ്പോഴും നമ്മുടെ ഇടയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് ഇതല്ല ദൈവം വെളിപ്പെടുത്തും. പല കാര്യങ്ങളും വെളിപ്പെടുത്തുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഞാനത് സൺഡേ പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. എല്ലാവരും ഉള്ളപ്പോഴും പറയുകയാണ്. ഞാൻ ആ എന്നെപ്പറ്റിയുള്ള ഒരു കമൻറ്റ് കണ്ടപ്പോൾ, ഞാൻ ഈ കമൻറ്റിൻ്റെ പുറകെ പോകാത്ത ആളാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. അതിനകത്ത് എന്നെ ഇട്ടേക്കുന്നതന്നെ എങ്ങനെയാണ്, ബാങ്കിൻ്റെ ATM കാർഡിൻ്റെ നമ്പർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ എന്തോ കളിയാക്കിക്കൊണ്ടിട്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ദൈവം ഒരു കാര്യം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുകളോ നിങ്ങളുടെ പേരുകളോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളോ ഏതെങ്കിലുമൊക്കെ കർത്താവ് വെളിപ്പെടുത്തുന്നതിൻ്റെ കാരണം അത് കാണുമ്പോൾ പലരെയും, എൻ്റെ മാത്രമല്ല ലോകത്തിൽ ഏത് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരെ ശ്രദ്ധിച്ചോണം, അവർ പോഷനെ പോലെ അത് പറയുക. അവർക്ക് വേണമെങ്കിൽ നാണക്കേട പറയണ്ട, അയ്യോ അതെന്തോ പറയുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സൗകര്യം പറഞ്ഞപ്പോൾ ഈ ബക്കറ്റിൻ്റെ അകത്ത് ഒരു ബുക്ക് പെറുക്കിയിട്ടേക്കുന്നത് അതെന്തൊരു ശരിക്കും പറഞ്ഞ പോഷത്വമല്ല. അങ്ങനെ പറയേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു കാര്യം ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനത്തെ ഒരു ഗൈഡൻസ് നിങ്ങളത് പോഷനെ പോലെ പകരം ചിലപ്പോൾ ആ വ്യക്തിയിലോട്ട് നമുക്ക് എത്താനുള്ളൊരു ചാലായിരിക്കും, അത് ഒരു ഗൈഡൻസ് ആയിരിക്കും. അത് നിങ്ങൾ പറഞ്ഞോണം.
ഇങ്ങനെ പ്രവചിക്കാവോ ഉള്ളൂ നിയമമൊന്നുമില്ല. ദൈവാത്മാവ് ഇങ്ങനെയേ കണക്ട് ചെയ്യത്തുള്ളൂ നിർബന്ധമൊന്നുമില്ല. ദൈവാത്മാവ് എങ്ങനെയും ആ വ്യക്തിയിലേക്ക് എത്താൻ വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം എല്ലാവരും തികഞ്ഞവരൊന്നുമല്ല, എല്ലാവർക്കും ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാവരും ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ഉള്ളവർ ബലഹീനന്മാരായിരുന്നു. അവർക്കും എന്തുണ്ടായിരുന്നു? യേശുവിനെ തള്ളി പറഞ്ഞവരുണ്ട്, ഇട്ടേച്ച് ഓടിപ്പോയവരുണ്ട്, പിന്മാറിപ്പോയവരുണ്ട്, വിശ്വാസക്കപ്പൽ തകർന്നു പോയവരുണ്ട്, പല മിസ്റ്റേക്കുകൾ സംഭവിച്ചതുണ്ട്, പരിച്ഛേദന ചെയ്തവർ വരെയുണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ. അങ്ങനെ തെറ്റായ കാര്യമാണ്. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, അത് പൗലോസ് ചെയ്യിപ്പിച്ച ആളത് തെറ്റാ, അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ചെയ്ത ആളാ. അപ്പൊ അവർക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ട് അവർ തികഞ്ഞവരല്ല. പലപ്പോഴും അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പം പരിമിതികളുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ ATMന്റെ പിൻ നമ്പർ വെളിപ്പെട്ട ഒത്തിരി സാക്ഷി, അത് വളരെ റെയർ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഒത്തിരി ആൾക്കാരുടെ നമുക്ക് പറഞ്ഞൊരു സൗകര്യം ആദ്യമായിട്ട് അത് വെളിപ്പെടുന്ന എനിക്കൊന്ന് ഒരു വർഷം 1.5 വർഷം മുമ്പാണ് ഒരു വ്യക്തിയുടെ പിൻ നമ്പർ, അതായത് ആൻറ്റി സൗകര്യം പറഞ്ഞത് അമ്മയുടെ പിൻ നമ്പറായിരുന്നു. അതായത് ATMന്റെ പിൻ നമ്പരാണ്, അതായത് അമ്മയ്ക്ക് മാത്രം വരുന്ന രഹസ്യ കോഡാണ്. അപ്പൊ അത് ചിലപ്പോൾ കേട്ടിട്ടായിരിക്കാം ഈ വ്യക്തികൾ വിമർശിക്കുന്നത്. അതിനുശേഷം ഒത്തിരി പ്രാവശ്യം വെളിപ്പെട്ട് പലരുടെയും എനിക്ക് ഒത്തിരി തവണ അങ്ങനെ ATMന്റെ നമ്പറിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ATMന്റെ നമ്പർ വെളിപ്പെടുത്തുന്നതാണോ പരിശുദ്ധാത്മാവ് എന്ന് പരിഹസിക്കുന്നുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഈ പൗലോസ് പറഞ്ഞു, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. അന്ന് അത് പറയുമ്പോൾ ATMും ഇല്ല, പിൻ നമ്പരും ഇല്ല. എൻ്റെ പിൻ നമ്പർ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ വൈഫിന് മാത്രം അറിയത്തുള്ളൂ. എൻ്റെ പിൻ നമ്പർ, എൻ്റെ ATMന്റെ പിൻ നമ്പർ വേറെ ആരോടും ഞാൻ പറയത്തില്ല. അത് എൻ്റെ രഹസ്യമാണ്. അത് ഞാൻ പുറത്ത് പറഞ്ഞാൽ എൻ്റെ കാശ് മൊത്തം പോവും, അല്ലേ? അത് ഒരാള് എന്നെ നോക്കിയിട്ട് പറയുവാണ് ഇന്ന നമ്പർ കാണിക്കുമെന്ന് പറഞ്ഞ് ഞാൻ സർപ്രൈസ് ആകും, ഞാനത് എക്സൈറ്റ് ആകും. കാര്യം എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. കണ്ടോ? അപ്പൊ അത് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക. ഞാൻ അത് കണ്ടതുകൊണ്ട് പറഞ്ഞാണ്. എനിക്ക് ആ വ്യക്തിയെ ഞാൻ എടുത്ത് പറയുന്നില്ല. ആ നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്നെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്തും ആയിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും നിങ്ങളിത് കാണുമ്പോൾ ഇനി നിങ്ങൾ മുന്നോട്ട് ഇതൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഇവരെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയുള്ളവരെ കണ്ട് നിങ്ങൾ ഡെസ്പായി പോകുമൊന്നും വേണ്ട. ശക്തമായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചോണം, ഒരു ഭോഷനെ പോലെ പറഞ്ഞോണം. ഞാൻ എപ്പോഴും പറയും, കൃപാവരെ ഉപയോഗിക്കുന്നവർക്ക് ബലമുള്ള മരത്തിലെ ഏറു വരത്തുള്ളൂ. ആ കാര്യം മറക്കരുത്. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. സാക്ഷിയുള്ള ആരെയും ഉണ്ടെന്നുണ്ട് പേര് പെട്ടെന്ന് പറഞ്ഞോട്ടെ. ബ്രദറിനോട് പറയാൻ തുടങ്ങിയതാ. ഹലോ ബ്രദർ. എന്തോ കാര്യം ഷെയർ ചെയ്യട്ടെ ബ്രദർ. ബ്രദർ, എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷം ബ്രദറിന്റെ മെസ്സേജ് നോക്കുമ്പോൾ. ഒത്തിരി ധൈര്യം കർത്താവ് ലഭിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഹസ്ബൻഡ് രാത്രിയിൽ നെഞ്ചുവേദന വന്നിട്ട് ഭയങ്കര ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിട്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നല്ല ഉറക്കമായിരുന്നു. പക്ഷേ എങ്കിൽ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് ഉറങ്ങുവാണോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഉണർന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഇങ്ങനെ നെഞ്ചത്ത് തടവി ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നെഞ്ചുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അസ്വസ്ഥമായി കിടക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കണ്ണു തുറന്നപ്പോൾ വീണ്ടും അങ്ങനെയാ. പക്ഷെ എനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ ആ ഓരോ മെസ്സേജ് വചനം വന്നു. പൗലോസിനെ പോലെ ഞാൻ ചിന്തിക്കുക, തൂവാലയിട്ട് രോഗികൾ സൗഖ്യമായി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് കിടന്ന് കൈ എൻ്റെ ദേഹത്തിടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ഭയം കൊണ്ട്. കാരണം പിറ്റേന്ന് മെഡിക്കൽ കോളേജിൽ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഓർത്തിട്ട് പുള്ളി ടെൻഷൻ അടിച്ച് കിടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ അന്നേരം പറഞ്ഞു ഭയം വന്നു. അപ്പൊ തന്നെ യേശുവിന്റെ നാമത്തില് ആ ഭയത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചു. പൂർണ്ണമായിട്ട് ഹാർട്ട് ബീറ്റ് നോർമലാകും, സുഖമായിട്ട് ഉറങ്ങുമെന്ന് ഞാൻ ശക്തമായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഹസ്ബൻഡ് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഈ വചനം ബ്രദറിന്റെ മെസ്സേജ് ഒക്കെ കേട്ടതിന് ശേഷമാണ് ആ ഒരു ധൈര്യം എത്രമാത്രം ആ ഒരു ശക്തി കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ട് അവിടെ ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ളത് അത് ശരിക്കും അനുഭവത്തിലൂടെ കാണാൻ പറ്റി. അതിനെ ഓർക്കുമ്പോൾ ദൈവത്തെ ഒത്തിരി മഹത്വം. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്, നിങ്ങൾ അനേകർക്ക് ആരെയും നമ്മൾ മുന്നോട്ട് വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി പോകണം നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിമർശകരെ നോക്കണ്ട, എന്ത് കണ്ടാലും മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ രോഗസൗഖ്യ കൃപാവരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിശാചിനാണ് ഇഷ്ടമില്ലാത്തത്, യേശുവിന് ഭയങ്കര സന്തോഷമാണ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദറെ, എന്റെ മരുമോൾക്ക് ഷാർജിൽ വെച്ച് പിന്നെ വലുതായിട്ട് വയറുവേദനയും ഷർദിലുമായിട്ട് രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇത് അപ്പൻഡിക്സ് ആണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, സ്കാനിങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞ അൾട്രാസൗണ്ട്.
അപ്പം വല്ലാതെ വിഷമിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കാര്യം മോളുടെ ജോലി അവിടെ വരുമ്പോൾ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. മോൻ്റെ അടുത്ത് പോയതേ ഉള്ളൂ. ജോലി നഷ്ടപ്പെട്ട് മോനും സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി പ്രയാസത്തിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പം പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. അപ്പൻഡീസിൻ്റെ ഒന്നുമില്ല, ഫുഡ് പോയിസൺ ഏതാണ്ടായിരുന്നു. അതുകൊണ്ട് ട്രിപ്പ് വിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് പറഞ്ഞയച്ചു ബ്രദറെ. ദൈവത്തിന് വലിയ മഹത്വം കൊടുക്കുന്നു. അല്ലെങ്കിൽ മോന് തന്ന പ്രയാസമായിരുന്നേനെ. നന്ദി കർത്താവേ. യേശു അങ്ങ് വിടിപ്പിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സഹോദരി. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകരെ സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യം പറഞ്ഞോട്ടെ. പെട്ടെന്ന് പറഞ്ഞു, സാക്ഷിയുള്ളവർ പെട്ടെന്ന് പറഞ്ഞു. എന്റെ സഹോദരൻ ഭയങ്കര എതിർപ്പായിരുന്നേ, യേശുവിന് ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ദിവദാസന അയക്കണേന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ബുധനാഴ്ച ഒരു ദിവദാസന ഇവിടെ വന്നു, കൊടുത്ത് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന നല്ല കർത്താവാണ്. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. നമുക്ക് വൈകുന്നത്, നമുക്ക് സമയം ഇച്ചിരി മുന്നോട്ട് പോയി നമുക്ക് ബാക്കി സാക്ഷ്യങ്ങളെ നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് കേൾക്കാം. സാക്ഷ്യമുള്ളവര് റെഡിയായിട്ട് നിൽക്കണം. കർത്താവ് ഇത്രത്തോളം നമുക്ക് ഇന്ന്, എനിക്ക് തോന്നുന്ന ദൈവകൃപയാൽ ഇന്ന് നീണ്ട മണിക്കൂറുകൾ, 8 മണിക്കൂറോളം നമുക്ക് അന്യഭാഷയിൽ പറയാൻ. എന്തുകൊണ്ട് ഈ മണിക്കൂർ പറഞ്ഞത്? പുകഴുവാനൊന്നുമില്ല. പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ നമ്മളിലൂടെ പ്രതീക്ഷിക്കുന്നു, വളരെ വലിയ കാര്യങ്ങളെ. അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. വരുന്ന ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും അന്യഭാഷയിൽ ഫാസ്റ്റിംഗിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. സഹോദരങ്ങളെ, ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഡെലിവറൻസ് മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചേഞ്ച് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നാളെ നമുക്ക് സൺഡേ മീറ്റിംഗ് ഉണ്ട്. ഈസ്റ്റ് ബോണിലാണ് നടക്കുന്നത്. നിങ്ങൾ UK ഈസ്റ്റ് ബോൺ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് വല്ലവരെ ഉണ്ടെങ്കിൽ, ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചർച്ചിന്റെ ഡീറ്റെയിൽസ് അത് ഗ്രൂപ്പിലിട്ടേക്കാം. അത് സൺഡേയിൽ ആരെങ്കിലും അവിടെ ഉള്ളവരുണ്ടെങ്കിൽ ഈസ്റ്റ് ബോണിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടേ വരാവുള്ളൂ. കാര്യം നമ്മൾ ആദ്യം ഇന്നാളിട്ട അഡ്രസ്സിലല്ല ഇപ്പം നടക്കുന്നത്. ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. സോറി, നാളെ ശനിയാഴ്ചയാണ്, സോറി, സൺഡേയിലത്തെ കാര്യമാണ്. അപ്പം നാളെ നമുക്ക് വിമൻസ് മീറ്റിംഗ് ഉണ്ട്. സൺഡേ നമുക്ക് ഈസ്റ്റ് ബോർഡിലുണ്ട് മീറ്റിംഗ്. അപ്പോൾ UK അപ്പോൾ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്തുള്ളവർ ഞാൻ നമ്പർ, ഇതിൻ്റെ ലോക്കൽ അഡ്രസ്സ് ഇട്ടേക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാളെ നമുക്ക് വിമൻസ് മീറ്റിംഗിൽ ഒരുമിച്ച് കാണാം. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. വൈകിട്ട് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്, ഇന്ത്യൻ സമയം 3 മണിക്ക്. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. വൻ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും.